ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഓൺ എക്സാം എത്തി. അപ്പൊ നമ്മുടെ സർക്കാർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. SSCRT ഇറക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഫുൾ ആൻസർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ സൈഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണിക്കും. അപ്പൊ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം എന്തായിരിക്കും അതിന്റെ ഉത്തരം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഒരു ഉത്തരം കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് എവിടെയാണ് ഈ ടോപ്പിക്ക് കിടക്കുന്നത്, അത് നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ എന്നൊക്കെ നോക്കുക. അതിനുശേഷം മാത്രം വീഡിയോ ഓൺ ചെയ്ത് സാറ് പറഞ്ഞ ആൻസർ ചെക്ക് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ വേണം പഠിക്കാനായിട്ട്. ഇനി ചിലപ്പോൾ പരീക്ഷയുടെ സമയത്താണ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഒരുപാട് സമയം പോകും, നിങ്ങൾ വീഡിയോ കണ്ടുപോകുക. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഈ സ്ക്രീനിൽ താഴെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. Which of the following pairs represent the monomers of nylon 66? Nylon 66ന്റെ മോണോമേഴ്സ് ഇതിനകത്ത് ഏതൊക്കെ പെയറാണെന്നാണ് ചോദ്യം. ഇത് ഓപ്ഷൻ എ നോക്കിയേ, ഫീനോൾ ഫോർമാൽഡിഹൈഡ്. ഓപ്ഷൻ ബി, അഡിപ്പിക് ആസിഡ് വീനൈൽ ക്ലോറൈഡ്. ഓപ്ഷൻ സി, അഡിപ്പിക് ആസിഡ് ഹെക്സാമീഥൈലൈൻ ഡയാമീൻ. പിന്നെന്താണ്? ഡി, ഹെക്സാമീഥൈലൈൻ ഡയാമീൻ ഫീനോൾ. അപ്പോ വീഡിയോ പോസ് ചെയ്തൊന്ന് ആൻസർ കണ്ടെത്തി നോക്കി. ഓക്കെ, കിട്ടിയോ? നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി അല്ലെ? ഏതാണ് മോണോമേഴ്സ്? അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമീഥൈലൈൻ ഡൈമീൻ. ഇത് എവിടെ കിടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ 2 എടുക്കുക. ചാപ്റ്റർ 2 പേജ് നമ്പർ 38 എടുക്കുക. പേജ് നമ്പർ 38 അവിടെ മുകളിൽ അതിന്റെ റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ റിയാക്ഷൻസിൽ നിങ്ങൾക്ക് അഡിപ്പിക് ആസിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണാൻ പറ്റും. അഡിപ്പിക് ആസിഡ്, അഡിപ്പിക് ആസിഡ് അതായത് COOH ഗ്രൂപ്പ് വരും രണ്ടറ്റത്തും. ഉണ്ടോ? ആസിഡ് ആണ്, നടുവില് CH2 ഇങ്ങനെ സാധനം ഇട്ടിട്ട് 4 ഇതാണ് അഡിപ്പിക് ആസിഡ്. മനസ്സിലായോ? അടുത്ത സാധനം എന്തായിരുന്നു? ഹെക്സാ. ഇത് പലപ്പോഴും എന്താണ് നമുക്ക് കുറെ ഉള്ളതുകൊണ്ട് ഹെക്സാ മീഥൈൽ ഡയമൈൻ. അമൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് NH2. ഓക്കെ, ഹൈഫൻ. ഇതേപോലെ തന്നെ CH2 ഹെക്സാ ഒരു 6. അത് സാറ് ഇങ്ങനെ പഠിപ്പിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടി നിങ്ങൾ എന്താണ് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ? നമ്മൾ ആ ടേബിൾ നോക്കാം. നിങ്ങൾ ഇപ്പൊ സാറ് പറഞ്ഞ പേജ് നമ്പർ 38 ടെക്സ്റ്റ് ബുക്ക് കയ്യിലാണെങ്കിൽ എടുത്ത് നോക്കാം. ടേബിൾ 2.3 അതിനകത്ത് കുറച്ച് പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ പേര് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഇതേപോലെ ആ ടേബിളിൽ ചോദിക്കാലോ. അപ്പൊ ആ ടേബിൾ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബെക്ലേറ്റിന്റെ മോണോമേഴ്സ് എന്തൊക്കെയാണ്? ഫീനോളും ഫോർമാൽഡിഹൈഡും. അതാണ് ആ ഓപ്ഷൻ ഏതാന്നിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചിലപ്പോ വേണമെങ്കിൽ ബെക്ലേറ്റ് ചോദിക്കാം. അപ്പൊ ബെക്ലേറ്റ് ഞാൻ ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ബെക്ലേറ്റ് നോക്കാതിരുന്ന കിട്ടൂല. കാരണം ബെക്ലേറ്റിനെ കുറിച്ച് ആ ടേബിളിൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യണം. മനസ്സിലായോ? അതുപോലെ തന്നെ മൂന്നാമത് ഇവിടെ പറയണത് ആരാണ്? പോളിസ്റ്റർ ആണ് പറയുന്നത്. അതിന്റെ മോണോമർ ആരൊക്കെയാണെന്ന് നോക്കിയാൽ എഥിലീൻ ഗ്ലൈക്കോളും പിന്നെന്താണ്? തെരാഫ്താലിക് ആസിഡ്. മനസ്സിലായോ? എന്റെ പോളിമർ എന്താണ്? പോളിസ്റ്റർ എന്നാണ് എന്റെ പേര്. മനസ്സിലായോ? അപ്പൊ അതിന്റെ യൂസസ് എന്താണ്? ഇതൊക്കെ നിങ്ങൾ എന്താണ് ആ ടേബിൾ നോക്കി, അതായത് ആ ടേബിൾ കംപ്ലീറ്റ് പഠിക്കും. ഉറപ്പായിട്ട് അതിൽ നിന്ന് ചോദിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു മോണോമർ നിങ്ങൾ ചോദിച്ചിരിക്കും പരീക്ഷയ്ക്ക് എന്നുള്ളതാണ് സർക്കാർ ഈ ക്വസ്റ്റ്യനിലൂടെ നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പൊ നിങ്ങൾ വന്നില്ലേ? രണ്ടാമത്തെ സ്ക്രീനിൽ വന്നില്ലേ? നോക്കി. An alkane X with 2 carbon atoms undergo addition reaction with hydrogen to get the product Y. Symbol are not real. Choose the correct option from the following. An alkane X അല്ലേ? an alkene X, ഒരു ആൽക്കീൻ എന്ന് പറയുന്ന ഫാമിലിയിൽ പെടുന്ന എക്സ് എന്ന് പറയുന്ന ഒരാള് ആൽക്കീൻ ENE എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ട് മക്കളെ. ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കി. ഇപ്പൊ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് കണ്ട ഇങ്ങനെയാണ് അല്ലെ ആൽക്കീൻ ഇരിക്കുന്നത്. ഇത് ഈഥീനാണ്. ഓക്കെ, ഇത് ഈഥീനാണ്. ഈ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിന്റെ പ്രത്യേകത, കാർബൺ എത്ര എണ്ണം ഉണ്ടാവോ അതിന്റെ ഇരട്ടി ഹൈഡ്രജൻ ഉണ്ടാവും. കാർബൺ എത്ര എണ്ണം ഉണ്ടാവോ അതിന്റെ ഇരട്ടി എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അതായത് കാർബൺ 2 എണ്ണം ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും.
അപ്പൊ നമുക്ക് ഇവിടെ താഴേക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയേ. എക്സിന്റെ പേര് കൊടുത്തേക്ക് നോക്കിയേ. C2H4 ഉണ്ട്, C2H6 ഉണ്ട്, C2H2 ഉണ്ട്, C2H4 ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ എയിൽ C2H4 ഉണ്ട്, ഓപ്ഷൻ ഡിയിലും C2H4 ഉണ്ട്. അപ്പൊ ഈ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആവാൻ സാധ്യത. ബട്ട് ഓപ്ഷൻ ബിയും സിയും അല്ല. കാരണം ഓപ്ഷൻ ബിയും സിയിലും അത് ENE അല്ല. ENE ആണെങ്കിൽ എത്ര കാർബൺ ഉണ്ടോ അതിന്റെ ഇരട്ടി എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിയും സിയും ഒഴിവാക്കാം. അത് ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പോ അഡീഷൻ റിയാക്ഷനിൽ മക്കളെ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകള് അഡീഷൻ റിയാക്ഷനിൽ എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളായിട്ട് മാറും. അപ്പൊ ഡബിൾ ബോണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? CnH2n ഇരട്ടിയാണെങ്കിൽ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ CnH2n+2. ആ ഇരട്ടിയോട് ഒരു രണ്ടും കൂടി കൂടും. അപ്പോ നമ്മുടെ ഉത്തരം എന്ത് വരണം? C2H6 വരണം. C2H6 വരണം. അപ്പൊ നോക്കി ഓപ്ഷൻ എയിൽ C2H6 ആണോ? വൈയുടെ വാല്യൂ C2H6 ആണോ? അല്ല. പക്ഷെ ഓപ്ഷൻ ഡിയിൽ നോക്കിയേ C2H6 അല്ലേ? അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ജനറൽ ഫോർമുല പഠിച്ചു വെക്കുക. ആൽക്കെയിൻ ആണെങ്കിൽ CnH2n+2, ആൽക്കീൻ ഡബിൾ ബോണ്ട് ആണെങ്കിൽ CnH2n, കാർബണിന്റെ ഇരട്ടി ഉണ്ടാവും. ഇനി ആൽക്കൈൻ ആണെങ്കിലോ, അതായത് ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആണെങ്കിലോ CnH2n-2, കാർബണിന്റെ ഇരട്ടിനേക്കാൾ 2 കുറയ്ക്കണം. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ ഇത് ഡബിൾ ബോണ്ട് ഉള്ളത്, അപ്പോ C2H4, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ C2H6, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ ഇതിന്റെ ഇരട്ടി 4, അതിൽ നിന്ന് 2 കുറച്ചാൽ 2, അപ്പൊ C2H2 ആണ് വരിക. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിലേക്ക് പോവാം. സാർ ഒന്ന് മാറ്റി. ഇതിനകത്ത് ചില കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരാളെ ആദ്യം കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് OH അറിയാം, കുറെ നാളായി OH കേൾക്കുന്നത്, എനിക്കറിയാം അത് ആൽക്കഹോൾ ആണെന്ന്. അപ്പൊ ഞാനിത് കണക്ട് ചെയ്തു. അപ്പൊ ഓപ്ഷൻ ഡി എന്തുമായിട്ട് കണക്ട് ചെയ്തു? 3 കണക്ട് ചെയ്തു. ഈ കാർബോക്സിലിക് ആസിഡ് മിക്കവാറും പലർക്കും അറിയാൻ പറ്റും. അതെന്താണ്? നമ്മള് സി എന്തുമായിട്ട് കണക്ട് ചെയ്തു? 2 ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ നോക്കി ABCD ഈ ഓർഡറിൽ എഴുതുമ്പോ എനിക്കിപ്പോ എന്തൊക്കെ അറിയാം? സിയും ഡിയും അറിയാം. സി ആരാണ്? 2. സി ഓപ്ഷൻ 2 ആണ്. ഡി ഓപ്ഷൻ 3 ആണ്. അപ്പൊ എനിക്ക് 100% ഷുവർ ആണ് OH എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്. അതായത് ഓപ്ഷൻ ഡി എന്തുമായിട്ട് കണക്ട് ചെയ്യും? ആൽക്കഹോൾ 3 ആയിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കി ഓപ്ഷൻ ഡി ഏറ്റവും അവസാനം 3 എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ അതിനകത്ത് ഏതാന്ന് നോക്കിയേ. ഏറ്റവും അവസാനം 3 എന്ന് പറയുന്നത് അത് സി അല്ലേ? അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടി. നമുക്ക് സമയമില്ല, അപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടി. കാരണം ഡി എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ആൽക്കഹോളുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ D3 വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് വിചാരിച്ച് മറ്റേതൊക്കെ നമുക്ക് അറിയാതിരിക്കരുത്. നോക്കാം നമുക്ക്. CHO ആൽഡിഹൈഡ് ആണ്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. OR എന്ന് പറഞ്ഞാൽ എന്താണത്? ഇവിടെ മാറുണ്ട്. ഇതെന്ത് സാധനമാണ്? ഈതർ ആണ്. മനസ്സിലായോ? അപ്പൊ CHO നമുക്ക് ഇത് ഇങ്ങനെയും കൂടി ചോദിക്കും. C ഡബിൾ ബോണ്ട് OH ഇങ്ങനെ വന്നാലും CHO ആണ്. COH എന്ന് പറഞ്ഞു കഴിഞ്ഞാല് C ഡബിൾ ബോണ്ട് എന്താണ്? OH ഇങ്ങനെയും ചോദിക്കും കേട്ടോ. അപ്പൊ ആ ഒരു സ്ട്രക്ചർ കൂടി നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. ഇതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ സെക്ഷനിലെ താഴെ ഒരു ടേബിൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോ ലെറ്റ്സ് മൂവ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. നമ്മുടെ PSC മോഡൽ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, പുതുതായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് പുതിയ മോഡല് CBSE-ലൊക്കെ ചോദിച്ചു കാണാറുള്ളതാണ് അസർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് അത് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമുക്കത് പരിചയപ്പെടാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇവിടെ വരും. ഒന്ന് വായിച്ചു നോക്കി. The subshell electronic configuration of element X with atomic number 23 is എന്ന് പറഞ്ഞാൽ അവിടെ തന്നേക്കണം. നോക്കാം നമുക്ക് എന്താണ് നോക്കി. 4s2 വരെ എഴുതണം. 1s2, 2s2, 2p6, 3s2, 3p6, 3d3, 4s2. എക്സ് ആണ് എലമെന്റിന്റെ പേര്. എക്സ് എന്നാണ്. എക്സ് ഇസ് നോട്ട് റിയൽ. എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് അല്ല. അത് നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ ഒരു എലമെന്റ് തന്നിരിക്കും. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ് 2 പറയണത് എലമെന്റ് എക്സ് ബിലോങ്സ് ടു 4th പീരീഡ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇത് 4th പീരീഡ് ആണ്.
ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്, ഇത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്. മക്കളെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നേക്കണം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം പറയുന്നു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം പറയുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ശരിയാണോ, ശരിയാണെങ്കിൽ ശരിയാണെന്ന് അവിടെ കണ്ടുപിടിച്ച് വെക്കുക. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം ശരിയാണോ, ശരിയാണെങ്കിൽ അവിടെ ശരിയാണെന്ന് എഴുതുക, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് എഴുതുക. അപ്പൊ രണ്ടും ശരിയാണെങ്കിൽ എന്ത് പറയും? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് അല്ലെ. രണ്ടും തെറ്റാണെങ്കിലോ 1ഉം 2ഉം തെറ്റാണ്. ചിലപ്പോ എങ്ങനെ വരാം? ആദ്യത്തെ ശരി രണ്ടാമത്തെ തെറ്റായിരിക്കും, അല്ലെങ്കിലോ ആദ്യത്തെ തെറ്റ് രണ്ടാമത്തത് ശരിയായിരിക്കാം. ഇതിൽ ഏതാണോ ഓപ്ഷൻ എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് ഓപ്ഷൻ എന്താണ് നമ്മൾ എഴുതുക. താഴത്തെ ഓപ്ഷൻ നോക്കിയേ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, രണ്ടും ശരിയാണ്. രണ്ടാമത് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട്, രണ്ടും തെറ്റാണ്. അടുത്തത് ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ഒന്നാമത്തെ മാത്രം ശരിയാണ്. അടുത്തതോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, രണ്ടാമത്തെ മാത്രമാണ് ശരി. അങ്ങനെ നിനക്ക് കൺഫ്യൂഷൻ ആണ്. അതാണ് എന്റെ ഉത്തരം, മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഞങ്ങൾ സന്നിധാന ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? 1:2 2 pieces 3 3 pieces 3D 3 4:2 എന്ന് കൊടുത്തിട്ട് പറയാണ് ഇത് അറ്റോമിക് നമ്പർ 23 വരുന്ന ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 30 എലമെന്റ് പഠിച്ച കുട്ടിക്ക് ഇത് അറിയാം, അറ്റോമിക് 23 വനേഡിയം ആണെന്ന് അറിയാം. പക്ഷെ വനേഡിയം അറിയാതെ നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ അറിയാം ഇത് ഡി ബ്ലോക്ക് ആണ്. ഇത് എന്ത് ബ്ലോക്ക് ആണ്? ഡി ബ്ലോക്ക് ആണ്. ഫോറസ്റ്റിൽ കഴിഞ്ഞിട്ട് ഡിയിലേക്ക് പോയിരിക്കുകയാണ് അല്ലെ. നമുക്ക് 23 ആണെന്ന് അറിയണം. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇതൊക്കെ കൂട്ടി നോക്കിയാൽ മതി. നോക്കാം, 2 2 4 4 6 10 12 12 6 എത്രയാണ്? 18 2 20 23 കറക്റ്റ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? ശരിയാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. ഇത് 4ാമത്തെ പീരീഡിലാണ്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പറിൽ ഏറ്റവും വലുത് വരുന്നതാണ് എന്ത്? പീരീഡ്. അപ്പൊ അത് കറക്റ്റ് ആണ്, ഈ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ഓക്കെ, ഇത് മക്കൾ ഇത് പീരീഡ് ഗ്രൂപ്പ് അറിയുന്നില്ലെങ്കിൽ സാറായിട്ടുള്ള എപ്പിസോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ പാർട്ട് ചാപ്റ്റർ 3 പാർട്ട് 4 കണ്ടാൽ മതി കേട്ടോ. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഓക്കെ ആണ്. അപ്പോ 4ാമത്തെ പീരീഡ് ആണെന്ന് പറഞ്ഞത് ശരിയാണ്. സെക്കൻഡ് ഗ്രൂപ്പ് ആണെന്ന്. അതങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ തെറ്റിക്കാനാണ്. നിങ്ങൾ വിചാരിക്കും എസ് അവസാനിച്ചു അപ്പൊ 2 സെക്കൻഡ് ഗ്രൂപ്പ് ശരിയാണെന്ന്. തെറ്റി. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ പോകുന്നത് എങ്ങോട്ടാണ്? ഡിയിലേക്കാണ്. നമ്മൾ S2 എഴുതി 3D എഴുതിയാലും തിരിച്ചു എഴുതും ലാസ്റ്റ്. ഓക്കെ, അതൊക്കെ നമ്മള് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന പാർട്ടി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ട് മുഴുവൻ കണ്ടുപിടിക്കുക ചാപ്റ്റർ 3. ഓക്കെ, അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ഡിയിലേക്കാണ്. ഡിയിലേക്ക് പോകുമ്പോൾ ഡിയിലെ ഇലക്ട്രോണും എസ് ഇലക്ട്രോണിൽ കൂട്ടണം, അതാണ് ഗ്രൂപ്പ് നമ്പർ. സോ ഇവിടത്തെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. ഗ്രൂപ്പ് നമ്പർ 5 ആണ്, അല്ലാതെ 2 അല്ല. മനസ്സിലായോ? അപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് തെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ ഞാൻ അതിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ഓപ്ഷൻ ഏതാണ്? അത് തെറ്റിപ്പോയി ചിലപ്പോ. ശ്രദ്ധിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 മാത്രം ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ സി. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. 4 മാർക്ക് കിട്ടിയില്ലേ? 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 11. അപ്പൊ 5 to 11 ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്കത് നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. വെരി ഈസി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കണ്ട കുട്ടികൾക്ക് ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതിലും വലിയ അല്ലേ? നോക്കാം നമുക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ വന്നേക്കണം, നോക്കി നിങ്ങള്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് CH3 CH2 CH3 Cl. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇത് കൊടുക്കണമെങ്കിലും സാറ് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ തരുമ്പോ ഇതിന്റെ PDF നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ PDF ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കേട്ടാ. അപ്പൊ നിങ്ങൾ ഒട്ടും സമയമില്ലാതെ താഴെ പോയി ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു. ഈ വീഡിയോ കാണണമെന്നില്ല. ഓക്കെ, എന്ന് വിചാരിച്ച് വീഡിയോ കാണാതെ പോലെ വീഡിയോയിൽ സാർ കുറെ കാര്യങ്ങൾ എക്സ്ട്രാ പറയുന്നുണ്ടാവും. അപ്പൊ നമ്മളിത് എഴുതുന്ന സമയത്ത്, വീഡിയോയിൽ എഴുതുന്ന സമയത്ത്, നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ വര കാണിക്കാൻ പറ്റില്ല വേർഡിൽ. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ CH ബ്രാക്കറ്റിൽ ഇട്ടായിരിക്കും CL കാണിക്കാം. വേണ്ട, അപ്പൊ ഈ ബ്രാക്കറ്റ് കണ്ട നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളോട് ബോണ്ട് ഉണ്ട് ഇങ്ങനെയാണെന്നുള്ളത് കേട്ടാ. നിങ്ങൾ ആ നോട്ട് എടുത്ത് നിങ്ങളിപ്പോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിന്റെ താഴെ ആ നോട്ട് ഡൗൺലോഡ് ചെയ്യുമല്ലോ, ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അയ്യോ സാർ എന്താണ് ഇവിടെ ഇങ്ങനെ താഴെ വരയ്ക്കാത്തത്? കാരണം നമുക്ക് വേർഡിൽ അങ്ങനെ വരയ്ക്കാന്ന് വെച്ചാൽ ഇച്ചിരി പണിയാണ്, ഫോട്ടോഷോപ്പിൽ കിട്ടി ചെയ്യണം, അതൊന്നും നേരില്ല. അതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന അങ്ങനെ ഇപ്പൊ CH3 എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ സാറ് കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും?
ഇപ്പൊ കാർബണിന് ഇങ്ങനെ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ സാർ അവിടെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, സി ഒരു ബ്രാക്കറ്റ് ഇടും. ആ ബ്രാക്കറ്റിന്റെ അർത്ഥം അവിടെ ഒരു ബ്രാഞ്ച് ആണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ് മക്കളെ. എന്താണ്? CH3 C ട്രിപ്പിൾ ബോണ്ട് CH2 CH3. ഓക്കെ, നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് ഇതൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ എങ്ങനെയാണ് റീനെയിം ചെയ്യുന്നത്? ആദ്യം ബ്രാഞ്ചിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് ചെയിൻ ഇതാണ്. നമ്പർ ഇട്ടു 1 2 3 4. ആ 4 നമ്പർ ഉണ്ടെങ്കിൽ അത് വേർഡ് റൂട്ട് കണ്ടുപിടിക്കണം. വേർഡ് റൂട്ട് ബ്യൂട്ട്. ഓക്കെ, ഇനി ഏത് ബോണ്ടാണ് നോക്കണം? പ്രൈമറി സഫിക്സ് പ്ലസ് ANE. പ്രൈമറി സഫിക്സ് AN. ഇനി ബ്രാഞ്ചിന്റെ പേര് നോക്കണം. അത് ഇവിടെ ഫ്രണ്ടിൽ ചേർക്കണം. ക്ലോറിൻ ആണെങ്കിൽ ഫ്രണ്ടിൽ ചേർക്കണം. ക്ലോറോ. ഓക്കെ, ഇനി ക്ലോറിന്റെ പൊസിഷൻ പറയണം. 2. ഒരു പൊസിഷൻ, ഒരു സംഖ്യ വേർഡും തമ്മിൽ ഹൈഫൻ വേണം. ഇതെല്ലാം കൂടി ചേർത്ത് എഴുതിയ 2 ക്ലോറോ ബ്യൂട്ടേ. എന്റെ പൊന്നെ, ഒരു മാർക്ക് കിട്ടി. അടുത്തത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ട്രിപ്പിൾ ബോണ്ടിന് ഏറ്റവും കുറവ് നമ്പർ വരുന്ന രീതിയിൽ നമ്പർ ഇടണം. 1 2 3 4 5. ഇവിടുന്ന് നമ്പർ ഇടുമ്പോൾ രണ്ടാമത്തെ കാർബണിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില കുട്ടികൾ 3 വരും. തെറ്റ്. എവിടെ നിന്നാണ് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണത് ആ കാർബണിന്റെ നമ്പറാണ് ഇടേണ്ടത്. ഓക്കെ, ഇവിടുന്ന് നോക്കി 1 2 മൂന്നാമത്തേലോ, പക്ഷെ നമുക്ക് രണ്ടാമത്തേന്ന് ഇടാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ 5 കാർബൺ. ടോട്ടൽ എത്രയാണ്? 5. 5 എണ്ണം വന്ന പെന്റ്, വേർഡ് റൂട്ട് പെന്റ് പ്ലസ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ട്രിപ്പിൾ ബോണ്ട് അല്ലേ? അപ്പൊ ANE ആണോ? അല്ല. എന്താണ് ഉപയോഗിക്കേണ്ടത്? YNE ആണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് സംഭവം. ഇതിനകത്ത് ഈ ട്രിപ്പിൾ ബോണ്ട് വരുന്നത് രണ്ടാമത്തെ കാർബണിലായതുകൊണ്ട് ഇവിടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യണം? 2 എന്ന് പറഞ്ഞ പൊസിഷനും കൂടി ആഡ് ചെയ്യണം. അപ്പൊ ഒരു സംഖ്യ എഴുതുമ്പോൾ ഒരു സംഖ്യയും വേർഡും തമ്മിൽ ഹൈഫൻ വേണം. ഒരു സംഖ്യയും വേർഡും തമ്മിൽ ഹൈഫൻ വേണം. അപ്പൊ ഇതെന്താവും? പെന്റ് എന്താണ്? 2 പെന്റ് 2 ഓക്കെ, അപ്പൊ അതാണ് എന്റെ ആൻസർ വരുന്നത്. എല്ലാവർക്കും ശരിയായി എന്ന് സാറ് വിചാരിക്കുന്നു. പെന്റ് 2 ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് A and B and complete the chemical equation. അതായത് കെമിക്കൽ ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട, അങ്ങനെ വിചാരിച്ചു പോയ കുട്ടികളാണെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റത്തില്ല. എല്ലാ കെമിക്കൽ ഇക്വേഷൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രത്യേകം ഒരു പേപ്പറിൽ A4 ഷീറ്റിൽ കെമിക്കൽ ഇക്വേഷൻസ് എഴുതി വെച്ചിട്ട് നന്നായി വായിച്ചു, അത് മാത്രം വായിച്ചുകൊണ്ടിരിക്കണം എക്സാമിന് കയറുന്നതിന് മുന്നേ. കാരണം കെമിക്കൽ ഇക്വേഷൻസ് നമ്മൾ തെറ്റിക്കും. ഇപ്പൊ നമ്മുടെ എഥനോളിന്റെ റിയാക്ഷൻ, അതുപോലെ മെഥനോൾ ഉണ്ടാക്കുന്നത്, ആസിഡ് ഉണ്ടാക്കുന്നത്, കമ്പഷന്റെ ബാലൻസിങ്, തെർമൽ ക്രാക്കിങ്ങിന്റെ ഇക്വേഷൻസ്, സബ്സ്റ്റിറ്റ്യൂഷന്റെ ഇക്വേഷൻസ്, അഡീഷൻസ്, അതുപോലെ പോളിമറൈസേഷന്റെ ഇക്വേഷൻസ് ഇതൊക്കെ നിങ്ങൾ എഴുതണം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് നൈലോൺ 66 ഉണ്ടാവുന്ന കണ്ടൻസേഷൻ പോളിമറിന്റെ ഇക്വേഷൻ ഹെഡിങ് കൊടുത്ത് ഓരോ ഇക്വേഷൻസ് എഴുതാം. മനസ്സിലായോ? സാറിന്റെ റിവിഷൻ നോട്ട്സിൽ അതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എഴുതി പഠിക്കണം. എന്നിട്ട് പരീക്ഷയ്ക്ക് പോവും. കാരണം അത് അവിടത്തെയും ഇവിടത്തെയും തെരുവിലാണ്ട് ഇപ്പുറത്തെ തെരുവിൽ അപ്പുറത്തെ തെരുവ്, അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. ഓക്കെ, സാറിന്റെ ബുക്ക് വാങ്ങിയ കുട്ടികളാണെങ്കിൽ അതിനകത്ത് നമ്മൾ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ 2 പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് കേട്ടാ. അപ്പൊ അതിനകത്ത് 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതേപോലെ ഫുൾ കംപ്ലീറ്റ് ആൻസറും അടങ്ങിയ 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ബുക്ക് സാർ തയ്യാറാക്കിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സമയം കളയുന്നില്ല. അത് ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന ഫോമില് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും 30 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതേപോലെ കംപ്ലീറ്റ് ആൻസർ അതിനകത്തുണ്ട്. പ്രാക്ടീസ് ചെയ്തോ, 30 പ്രാക്ടീസ് ചെയ്ത് നോക്കും. 414 ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ മാർക്ക് കയ്യിലിരിക്കും കേട്ടോ. ഇനി ഞാൻ പറയില്ല, അതൊക്കെ ആവശ്യമില്ലെങ്കിൽ വാങ്ങാം. ഓക്കെ, അപ്പോ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ പറയുന്നത് ഫൈൻഡ് A and B and complete the chemical equation എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തിട്ടിട്ട് A പ്ലസ് പിന്നെ കുത്തിട്ടിട്ട് B. ഓക്കെ, ദെൻ കോൺസെൻട്രേറ്റഡ് H2SO4. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം മക്കളെ, ഇത് എന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എസ്റ്റർ ഉണ്ടാക്കാൻ പോകുന്നു. എസ്റ്റർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ആൽക്കഹോൾ, പിന്നെ പഠിച്ചത് ആസിഡ്. ആൽക്കഹോളും ആസിഡും ചേർന്ന് എന്തുണ്ടാവുന്നത്? എസ്റ്റർ ഉണ്ടാവുന്നത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഒരു ആൽക്കഹോളും ഉണ്ടാവും, ഒരു ആസിഡും ഉണ്ടാവും. ഓക്കെ, എന്നിട്ട് എസ്റ്റർ അവർ തന്നിരിക്കുന്നത് CH3 COOO CH2 CH3 പ്ലസ് H2O. ഓക്കെ, അപ്പൊ ഇത് ഈ കോൺസെൻട്രേറ്റ് H2SO4 കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായത് എസ്റ്ററിഫിക്കേഷൻ ആണ്, എസ്റ്റർ ആണ്. ഇപ്പൊ 3 പാടുള്ളൂ. നമ്മൾ എല്ലാ പാടം SSLC നമ്മൾ എനിക്ക് ഓർമ്മണേ
അപ്പൊ അതാണ് പറഞ്ഞത്, ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് ഓർത്തിരിക്കാം. എന്നിട്ട് ഇവിടെ ഇത് രണ്ട് ചേർന്നാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരാൾ ആൽക്കഹോൾ ആണ്, ഒരാള് ആസിഡ് ആണ്. ഓക്കെ, ആസിഡ് ആണെങ്കിൽ അവിടെ COH എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ CO എന്ന് പറഞ്ഞ ഇവിടെ കിടക്കുന്ന ഈ സാധനം അല്ലെ, അതിന്റെ കൂടെ ഒരു H ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരെ കിട്ടി? ബീനെ കിട്ടി. ഓക്കെ, എയും ബി എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. അടുത്തത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ബാക്കി നമ്മൾ ഇപ്പൊ H ആഡ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ആൽക്കഹോൾ ആണ്. അപ്പൊ ഒരു OH ആഡ് ചെയ്യണം കണ്ടോ, ആൽക്കഹോൾ. സോ OH ആഡ് ചെയ്യാം ഇവിടെ, ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആൽക്കഹോൾ ഇവിടെ എഴുതിയിട്ട് അല്ല ആസിഡ് ഇവിടെ എഴുതിയിട്ട് ആൽക്കഹോൾ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എങ്ങനെ എടുക്കുന്നു അതുപോലെ ഇരിക്കും. ഓക്കെ, ക്ലിയർ? യെസ്. എന്നിട്ട് വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വേറെ ഒന്നും ചോദിച്ചില്ല, അത് മാത്രമേ എഴുതാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ആൽക്കഹോൾ എഴുതാം. ആൽക്കഹോൾ ഇവിടെ OH ചേർത്ത CH2 CH3 OH. എന്താണ് എഴുതാം നമുക്ക്? CH3 അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം, CH2 OH. ഇതാണ് നമ്മുടെ A. ഇനി ബി എന്ന് പറയുന്നത് ഇവിടെ H ചേർത്തേക്കാണ്, CH3COOH. ഓക്കെ, എന്താണ് ഇതിന്റെ പേര്? 2 കാർബൺ അല്ലെ. അപ്പൊ എത്ത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANOH ആയതുകൊണ്ട് OL ഈ ഡ്രോപ്പ് ചെയ്യണം. സ്വരാക്ഷരം വരുമ്പോ ഈ ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ ഇതിന്റെ പേര് എഥനോൾ അല്ലെങ്കിൽ ഈഥൻ വണ്ണോൾ. ഓക്കെ, ഇവിടെ വരുമ്പോ എന്താണ്, ഈ കാർബൺ ഒന്ന് കൊടുക്കുക, ഇത് 2 കൊടുക്കുക. അപ്പൊ എത്ത് ഓക്കെ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്ലസ് COH വന്നതുകൊണ്ട് എന്താണ്, OIC ആസിഡ്. ചോദിച്ചിട്ടില്ല കേട്ടോ, IUPAC ചോദിച്ചിട്ടില്ല, സാർ ഒന്ന് വെറുതെ പറയണമെന്നുള്ളൂ. ഈ ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ എന്റെ പേരെന്താണ്? എഥനോയിക് ആസിഡ്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ മക്കളെ. 7th ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു മേഖലയാണ് മെഡിസിൻ. കഴിഞ്ഞ കാലങ്ങളായിട്ട് എപ്പോഴും ചോദിക്കുന്നത് ആകെ 4 ഗ്രൂപ്പ് പഠിക്കാനുള്ളൂ. അത് പഠിക്കാതെ പരീക്ഷിക്കും. എത്ര പറഞ്ഞാലും കുട്ടികൾ അങ്ങോട്ട് പഠിപ്പിച്ചു. അപ്പൊ അങ്ങനെ വരരുത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ദ കാറ്റഗറി ഓഫ് certain medicines are given, mention the function of each. നമുക്കിവിടെ ചില മെഡിസിന്റെ കാറ്റഗറി അതുണ്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്. അപ്പൊ മെഡിസിൻ, ഫംഗ്ഷൻ, അതിനൊരു എക്സാമ്പിൾ. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ പേജ് നമ്പർ 45 എടുക്കുക, ടേബിൾ 2.8 എടുക്കുക. അതിനകത്ത് കുറച്ച് ടേബിൾ കൊടുക്കുന്നുണ്ട്, അത് പഠിച്ച കുട്ടിക്ക് ഇതിന്റെ ആൻസർ എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം ആന്റിസെപ്റ്റിക്സ് ആണ് അല്ലെ, ഓപ്ഷൻ എയിൽ ആന്റിസെപ്റ്റിക്സ് ആണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ. ആന്റിസെപ്റ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ എന്തെങ്കിലും മുറിവേക്ക് വന്നു കഴിഞ്ഞാൽ ഡെറ്റോൾ വെച്ച് കഴുകൂലേ, എന്തിനാണത്? ആ മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? കൺട്രോൾ ചെയ്യാൻ, അതിന്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ, നശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഉത്തരം എഴുതുന്നത് കൺട്രോൾ മൈക്രോ ഓർഗാനിസം. അതാണ് ആൻസർ. ഞാൻ ബോർഡിൽ എഴുതുന്നില്ല, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ടേബിളിൽ കിടപ്പുണ്ട്. ഡെറ്റോൾ ആണ് ഒരു എക്സാമ്പിൾ പറയുന്നത്. അടുത്തത് ആന്റിപൈററ്റിക്സ് എന്ന് പറയാൻ നമ്മൾ പനിക്ക് കഴിക്കുന്ന പാരസിറ്റാമോൾ. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫംഗ്ഷൻ ആയിട്ട് എഴുതേണ്ടതല്ല. അത് പാരസിറ്റാമോൾ എന്ന് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഫംഗ്ഷൻ എഴുതേണ്ടത് ഇറ്റ് റെഡ്യൂസ് ദ എന്താണ് ടെമ്പറേച്ചർ. പനി വരുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് സാധിക്കും. ഇത്ര എഴുതിയാൽ 2 മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിന് ഓർ ക്വസ്റ്റ്യൻ നോക്കിയേ. ടു വിച്ച് കാറ്റഗറി ഡു ദ ഫോളോയിങ് മെഡിസിൻ ബിലോങ്. ഇവിടെ മെഡിസിൻ തന്നു, എന്നിട്ട് നമ്മളോട് പറയണം ഏത് കാറ്റഗറിയാണ്. അതിന്റെ ചോദ്യം എന്തായിരുന്നു? കാറ്റഗറി തന്നു, അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചു. ഇനി മെഡിസിൻ തന്നു, അത് ഏത് കാറ്റഗറി ആണെന്ന് ചോദിക്കാം. മെഡിസിൻ തന്നിട്ട് ഫംഗ്ഷൻ ചോദിക്കാം, പലതും ചോദിക്കാം കേട്ടാ. അപ്പൊ അതിനകത്ത് ഫസ്റ്റത്തെ ആസ്പിരിൻ ഏത് കാറ്റഗറിയാണ്? ഫസ്റ്റ് കാറ്റഗറി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളിലെ ഫസ്റ്റ് കാറ്റഗറിയാണ്. അതായത് അനൽജിസിക്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിലാണ് ആര് ഉപയോഗിക്കുന്നത്? നമ്മള് ആസ്പിരിൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഓക്കെ, എന്തിനാണത്? റെഡ്യൂസ് ദ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നത്. അടുത്തത് പെൻസിലിൻ ആരാണെന്ന് അറിയാമോ? ആന്റിബയോട്ടിക് ആണ്. എന്താണ്? ആന്റിബയോട്ടിക്. നമുക്ക് ചിലപ്പോൾ കഫക്കെട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ആന്റിബയോട്ടിക് 5 ദിവസത്തേക്ക് അല്ലെ. അപ്പൊ അതെന്താണ്? ആ ബാക്ടീരിയ നശിപ്പിച്ച് കളയാനാണ്, കൊല്ലാൻ വേണ്ടിയാണ്, പിന്നീട് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇൻഫെക്ഷൻ വരുന്ന മൈക്രോ ഓർഗാനിസത്തിന് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ടേബിൾ പക്കായിട്ട് പഠിച്ചു തിരിച്ചും മറിച്ചൊക്കെ അതിൽ ചോദ്യം വരും കേട്ടോ. അപ്പൊ അതിന് ആൻസർ കഴിഞ്ഞു. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The position of 2 elements A and B in the periodic table are given below. Symbols are not real. അതായത് സിമ്പിൾ റിയൽ അല്ല. നമുക്ക് താഴെ 2 എന്താണ് എലമെന്റ്സ് തന്നിട്ടുണ്ട്, A and B. ഓക്കെ, അതിനകത്ത് A എന്ന് പറയുന്നത് 4th പീരീഡ് ഗ്രൂപ്പ് 2. ഓക്കെ, അത് നമുക്ക് എഴുതേണ്ടത്. A എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡും എന്താണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ,
ബി ബി എന്ന് പറയുന്നത് തേർഡ് പീരീഡും ഗ്രൂപ്പ് എന്ന് പറയുന്നത് 17 ഓക്കെ. എന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദി സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോർമഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. അല്ലെ, അതായത് എയും ബിയും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതുക. ഇത് നിങ്ങളുടെ ലെറ്റസ്റ്റ് എസ്എസ്സിലെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ നമുക്കൊരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ തരാതെ ഇങ്ങനെ ട്വിസ്റ്റ് ആയിട്ടാണ് തരുന്നത്. അപ്പൊ ഫോർത്ത് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ 4 ഇടുക, ഫോർത്ത് പീരീഡ്. ഓക്കെ. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 2 വരുമ്പോൾ അതാരാണ്? എസ് ആണ്. എസ് ഗ്രൂപ്പ് ആണ്. എസ് ബ്ലോക്ക് ആണ് ഗ്രൂപ്പ് 2 വരുന്നത്. 4s അവസാനിക്കണം. എഴുതി വരുമ്പോ എവിടെ അവസാനിക്കണം? 4s അവസാനിക്കണം. നോക്കാം നമുക്ക്. 1s 2s 2p 3s 3p 3d 4s 4p 4d 4s. കാണപ്പടം പഠിച്ച കുട്ടികൾക്ക് കുഴപ്പമില്ല. 2 ഇലക്ട്രോൺ 6 ഇലക്ട്രോൺ 10 ഇലക്ട്രോൺ. ഇത് നമ്മുടെ മെമ്മറിയിൽ ആദ്യം ഇത് വെട്ട 1s എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺസ്. ദെൻ ഇത് വെട്ട 2s എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺ. ദെൻ ഇങ്ങനെ കണ്ടോ 2p എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺസ്. ഓക്കെ. ദെൻ എന്താണ്? 3s 2p കഴിഞ്ഞ് പിന്നെ വരുന്നത് 3s എത്ര ഇലക്ട്രോൺ? എസിൽ 2 ഇലക്ട്രോൺ. ഓക്കെ. ദെൻ 3p കണ്ടോ 3p എത്ര ഇലക്ട്രോൺസ്? 6 ഇലക്ട്രോൺ. ദെൻ 4s എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. എന്താണ് ഈ ആളെന്ന് അറിയാമോ? 2 2 4 4 6 10 12 12 6 18 20. അറ്റോമിക് നമ്പർ 20. ദിസ് ഈസ് കാൽസ്യം. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാൽസ്യം നമ്മൾ എഴുതി നോക്കണ്ട. അറ്റോമിക് നമ്പർ 20 കാൽസ്യം ഉള്ളത്. ഓക്കെ. അടുത്തത് പറഞ്ഞ തേർഡ് പീരീഡ് 3 ഗ്രൂപ്പ് നമ്പർ 17. അപ്പൊ നമുക്കൊരു ഐഡിയ വേണം. ഗ്രൂപ്പ് നമ്പർ 17 എന്ന് പറഞ്ഞാൽ അറ്റത്ത് കിടക്കുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് ആണെന്ന് അറിയണം. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 2 എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 3 മുതൽ 13 വരെ, അതായത് 13 ഇല്ല 12, 3 to 12 ഡി ബ്ലോക്ക് ആണ്. 13 മുതൽ 18 വരെ പി ബ്ലോക്ക് ആണ്. അപ്പൊ അതറിയാവുന്ന കുട്ടിയെ സംബന്ധിച്ച് 17 ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് പിയിലാണ് അവസാനിക്കുക. എന്തിലാണ് അവസാനിക്കുക? പിയിലാണ് അവസാനിക്കുക. ഓക്കെ. അപ്പൊ പി 3p. ഓക്കെ. അപ്പൊ ഇവിടം വരെ എഴുതണം നിങ്ങള്. 1s 2s 2p 3s 3p ഇവിടം വരെ എഴുതാം. ഓക്കെ. 1s 2 2s 2 എന്താണ് 2p6 3s 2 3p. ഈ ശ്രദ്ധിക്കണം, എത്ര ഇലക്ട്രോൺസ് നിങ്ങൾ എഴുതും? മനസ്സിലായോ? അതറിയണ്ടേ? എത്ര ഇലക്ട്രോൺസ് എഴുതുമെന്ന് അറിയണ്ടേ? വെറുതെ ചുമ്മാ 3p6 എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ഗ്രൂപ്പ് 17 ആണെങ്കിൽ ആ 17 നിന്ന് നിങ്ങൾ ഒരു 12 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 5. ആ 5 ഇലക്ട്രോൺ എഴുതാം. ഓക്കെ. അപ്പൊ ഇതെന്താ സാറേ ഇങ്ങനെ എഴുതിയെന്ന് അറിയില്ല. ബ്ലോക്ക് ഗ്രൂപ്പ് പീരീഡ് എന്ന് പറഞ്ഞ വീഡിയോ കാണാം. അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ അത് പറയാൻ ഒരുപാട് സമയം പോകും. അപ്പൊ അതുകൊണ്ട് അവിടെ പോയി നോക്കാം കേട്ടാ. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മള് ലാസ്റ്റ് ശരീരത്തിലെ പിയിലെ ഇലക്ട്രോണിനോട് ഒരു 12 കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ 17 കിട്ടുന്നത്. അപ്പൊ ആ 17 12 കുറച്ചാൽ എത്ര ഇലക്ട്രോൺ എന്ന് കിട്ടും? അത് 5 ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ? ജസ്റ്റ് ഒന്ന് സാർ പറയാണ്. 4 6 10 12 5 17. ആക്ച്വലി ദിസ് ഈസ് ക്ലോറിൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്താ? പിന്നത്തെ പ്രശ്നം കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുള്ളത് ഇവർ രണ്ടുപേരും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടിന്റെ പേരെന്താന്നുള്ളത്. ആക്ച്വലി ഇത് കാൽസ്യവും ക്ലോറിനും ആണ്. കാൽസ്യം ക്ലോറൈഡ് ആണ് ഇവിടെ ഉണ്ടാവുന്നത് ആക്ച്വലി. അതായത് എയും ബിയും ചേരുമ്പോൾ AB2. അതാണ് എന്റെ ആൻസർ. അത്രയുള്ള ആൻസർ. പക്ഷെ ഇത് എങ്ങനെ അങ്ങനെ ആയി എന്നറിയണ്ടേ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അവസാന ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ് നിങ്ങൾ എയുടെ മീതെ എഴുതേണ്ടത്. അതാണ് അതിന്റെ വാലൻസി. 2 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കലോ വാങ്ങലോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസി. അപ്പൊ എ എന്ന് പറഞ്ഞ ആൾ അതിന്റെ മുകളിൽ 2 എഴുതി. ബി എന്ന് പറഞ്ഞ ആള് നോക്കിയേ, പിയില് 5, 1 ഇലക്ട്രോണും കൂടി മതി. അപ്പോ ഇവിടെ വാങ്ങാൻ ചാൻസ് ഉള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ് വാലൻസി. ഇവിടെ കൊടുക്കുന്നതാണെങ്കിൽ ഇവിടെ വാങ്ങുന്നതാണ്. അപ്പൊ ആ വാലൻസി അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ വാലൻസി ഇതിന്റെ താഴേക്കും ഈ വാലൻസി ഇതിന്റെ താഴേക്കും കൊടുക്കും. അപ്പൊ എയുടെ താഴെ 1 വന്നു, ബിയുടെ താഴെ 2 വന്നു. കണ്ടോ? ഓക്കെ. ഇത് രണ്ട് സ്ഥലത്ത് ഒരേ സംഖ്യ ആണെങ്കിൽ അത് വെട്ടി ചെറുതാക്കണം. ഇവിടെ ഇതിനെയും ചെറുതാക്കാൻ പറ്റില്ല. ഒന്നൊന്നും എഴുതരുത്. ഒന്നാണെങ്കിൽ ഒന്നൊന്നും എഴുതരുത്. സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്നൊരു കോമ്പൗണ്ട് ഉണ്ടായാൽ അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് AB2 എന്നായിരിക്കും. ഓക്കെ. അത് ക്വസ്റ്റ്യൻ കണ്ടില്ലേ? വായിച്ചു നോക്കിയേ. വൺ ഓഫ് ദ കെമിക്കൽ ഇക്വേഷൻസ് ഗിവൻ ബിലോ റെപ്രസെന്റ് എ പോളിമറൈസേഷൻ റിയാക്ഷൻ. ഒരു പോളിമറൈസേഷൻ റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്.
നമുക്കതൊന്നാ എഴുതാം. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് HCl ഈസ് A. രണ്ടാമത്തെ ഇത് വരുന്നത് Na ഈസ് B. യെസ്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ. എയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറയുന്നത്. മക്കൾ ഇത് കാണുമ്പോൾ മനസ്സിലാക്കണം, ഇത് അഡീഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ അഡീഷൻ റിയാക്ഷൻ ഉത്തരം എങ്ങനെയാണ് എഴുതുന്നത്? ഇവിടുന്ന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് അങ്ങനെ ഞാൻ ആദ്യം എഴുതാം. ഞാൻ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും അവിടെ? CH ഡബിൾ ബോണ്ട് CH. അപ്പൊ ഒരു ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവുമ്പോൾ ഇവിടെയും ഓരോ പൊസിഷൻസ് വരും. ഇവിടെയും വരും, ഇവിടെയും വരും. ഈ രണ്ട് കാർബണിന്റെ ഓരോ പൊസിഷൻസ് വരും. അവിടെ ഒരാൾ ഒരു സ്ഥലത്ത് ഹൈഡ്രജനെ കൊണ്ടുവന്ന് ചേർക്കുക, ഒരു സ്ഥലത്ത് ക്ലോറിനെ കൊണ്ടുവന്ന് ചേർക്കുക. കണ്ട? അപ്പൊ ഇതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്താവും? ഈ CH2 ആവും. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH Cl. ഓക്കെ, ഇതാണ് നമ്മുടെ എ. ചോദ്യം എന്താണ് മക്കളെ? റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് എ. എയുടെ സ്ട്രക്ചർ ഫോർമുല എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഇതിന്റെ പേരെന്താണെന്ന് അറിയാമോ? വീനൈൽ ക്ലോറൈഡ്. ഇപ്പൊ തന്നെ കിട്ടി നിങ്ങൾക്ക് ഇത് എന്താ സംഭവം അല്ലെ? വീനൈൽ ക്ലോറൈഡ് ആണ്, VC. എന്നിട്ട് അവര് പറയണം ഈ എ കുറെ ചേർന്നിട്ട്, അതായത് NCH2 ഡബിൾ ബോണ്ട് CHCl എന്തുണ്ടാവും? B ഉണ്ടാവും. പോളിമറൈസേഷൻ ആണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീനൈൽ ക്ലോറൈഡ് പോളിമറൈസേഷൻ ചെയ്ത് എന്തുണ്ടാവും നമുക്ക് അറിയാം? PVC, പോളി വീനൈൽ ക്ലോറൈഡ് ഉണ്ടാവും എന്നറിയാം. പൈപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഡക്റ്റ്? ബി പോളി വീനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഗീവ് എനി വൺ യൂസ് ഓഫ് ഇറ്റ്. പ്ലാസ്റ്റിക് പൈപ്പ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫർണിച്ചർ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് ഓൾ. പ്ലാസ്റ്റിക് പൈപ്പിന്റെ ഏരിയ ഒരെണ്ണം വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ഉത്തരം എങ്ങനെയാണ് മക്കളെ? പോളിമറൈസേഷൻ. അവിടെയും ഇത് തന്നെ ടെക്നിക്ക്. ഇവിടെ എന്താണുള്ളത് അത് തന്നെ എടുത്ത് എഴുതാം. ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കാം, ഒരു ബോണ്ട് കുറയ്ക്കാം, ഇത്രേ ഉള്ളൂ. CH2 സിംഗിൾ ബോണ്ട് CHCl. ഇവിടെ ഒരു ബോണ്ട് പോയല്ലോ, അപ്പൊ ഇവിടെ ഒരു പൊസിഷൻ വരും. അതിങ്ങനെ മാർക്ക് ചെയ്യുക. ഈ N എടുത്തിട്ട് ഇവിടെ ഇടാം. ദിസ് ഈസ് പോളി വീനൈൽ ക്ലോറൈഡ്. പോളി വീനൈൽ ക്ലോറൈഡ് കിട്ടിയില്ലേ? ഈസി, വെരി ഈസി. പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് സാർ ഒരു കിടിലം വീഡിയോ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് 1 മണിക്കൂറിൽ. അത് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ നിസ്സാരം കേട്ടാ. യെസ്. അപ്പൊ നമുക്ക് ഈ വീഡിയോന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്, അതിന്റെ താഴെ തന്നെ ഇതിന്റെ ആൻസേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സാർ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയിലും ലിങ്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ പോളിമറൈസേഷൻ പെട്ടെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഒന്ന് കാണാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഈ ബുക്കും അങ്ങനെയുള്ള ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ വാങ്ങാം. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. The IUPAC name of 2 organic compounds are given. Write their structure. ഇതാണ് സാർ നേരത്തെ പറഞ്ഞത്. അത് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അതായത് 2 IUPAC നെയിം സ്ട്രക്ചർ വെക്കാം. വെരി ഈസി, ഒന്നുമില്ല. 2,4-dimethyl heptane. ഒന്നാമത്തത് 2,4 എന്താണ്? dimethyl heptane. 2,4 dimethyl heptane. മക്കളെ എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്നത്? ആദ്യം വേർഡ് റൂട്ട് അവിടെ കിടക്കണേ നോക്കണം. വേർഡ് റൂട്ട് ഇതാണ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 കാർബണാണ്. എത്ര കാർബണാണ്? 7 കാർബൺ. അപ്പൊ 7 കാർബൺ ഫസ്റ്റ് ഇങ്ങനെ വരാം. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 5, 6, 7. അപ്പൊ ഹെപ്റ്റ് ANE സിംഗിൾ ബോണ്ട്. അത്തരം ഭാഗങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്തു. ഇനി പറയുന്നത് രണ്ടാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5, 6, 7. രണ്ടാമത്തെ ബ്രാഞ്ച് ടു സി. 4ാമത്തെ ബ്രാഞ്ച് ടു സി. ഓക്കെ, എന്ത് ബ്രാഞ്ചാണ് അവിടെ ഉള്ളത്? മീഥൈൽ. അതുകൊണ്ടാണ് സാർ സി ഇട്ടത്. അപ്പൊ മീഥൈൽ ആദ്യം ഇവിടെ CH3 കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഹൈഡ്രജനെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർബൺ ചുറ്റും മൊത്തം 4 ബോണ്ടേ പാടും. ഓക്കെ, അപ്പൊ ഈ കാർബൺ നോക്കിയേ, ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ഇനി ഇവിടെ 1, 2, 3 കണ്ടോ? അവിടെ എല്ലാവരും ഒരു ഹൈഡ്രജൻ. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കി 1, 2, 3 ഇനി ഒരെണ്ണം ഇവിടെ വരും 4 ഹൈഡ്രജൻ. കണ്ടോ? 1, 2, 3, 4 ഹൈഡ്രജൻ. ഇവിടെയോ 1, 2, 3, 4 ഹൈഡ്രജൻ. കണ്ടോ? ഇവിടെയോ 1, 2, 3, 4 ഹൈഡ്രജൻ. കണ്ടോ? 4 പാടുള്ളൂ. 1, 2, 3, 4 ഹൈഡ്രജൻ. ഓക്കെ, 1, 2, 3, 4 എന്താണ്? ഹൈഡ്രജൻ. നല്ല ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ CH3
സിംഗിൾ ബോണ്ട് CH3 കണ്ടോ, സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. പിന്നെ ഇവിടെയോ CH രണ്ട് ഹൈഡ്രജൻ CH2 CH3. ദാറ്റ്സ് ഓൾ. കിട്ടിയോ? കഴിഞ്ഞിട്ടില്ല, ഒരെണ്ണോടെ ഉണ്ട്. യെസ്, രണ്ടാമത്തെ ബി. ഓക്കെ, ബി 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 X2E. ഓക്കെ, ഇവിടെ ഹെക്സ് എന്ന് കാണുന്നുണ്ട്. ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 കാർബൺ ആണ്. 6 കാർബൺ. അപ്പൊ ആദ്യം 1 2 3 4 5 6. 1 2 3 4 5 6. 6 കാർബൺ. ഇവിടെ ശ്രദ്ധിക്കണേ, ENE ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് വരുന്നത് രണ്ടാമത്തെ കാർബണില്. 1 2 3 4 5 6. രണ്ടാമത്തെ കാർബണിന്റെ ഡബിൾ ബോണ്ട്. ഓക്കെ, കഴിഞ്ഞു. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്യണം. ഹൈഡ്രജനെ ഫില്ല് ചെയ്യുമ്പോൾ എന്താണ്? 1 2 3 4. ഹൈഡ്രജൻ. ഇവിടെ 1 2 3 4 ഹൈഡ്രജൻ. ഉണ്ടോ? 1 2 3 4 ഹൈഡ്രജൻ. ഓക്കെ, 1 2 3 4 ഹൈഡ്രജൻ. 1 2 3 4 ഹൈഡ്രജൻ. 1 2 3 4 ഹൈഡ്രജൻ. എല്ലാം ചേർത്ത് എഴുതി കഴിഞ്ഞാൽ CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 CH3. ഈസി. 2 മാർക്ക് കയ്യിലിരുന്നു. വളരെ. ഓക്കെ, സാറ് നമ്മുടെ എന്താ പറയാ, ഫസ്റ്റ് ചാപ്റ്ററിൽ ലാസ്റ്റ് 8ാമത്തെ പാർട്ടിൽ സാർ എന്ത് ചെയ്തിട്ടുണ്ട്? 30 മോഡൽ സൂപ്പർ 30 പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് സ്ട്രക്ചറൊക്കെ ഇഷ്ടംപോലെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്ത കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടും. അപ്പൊ മക്കളെ, രണ്ടാമത്തെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ സാർ പറഞ്ഞില്ലേ ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് അടുത്തത്. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. വലിയ ക്വസ്റ്റ്യൻ ആണ്. ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് ബ്യൂട്ടൻ 1 ഓൾ ഈസ് ഗിവൻ. പക്ഷെ സിമ്പിൾ ആണ്, സിമ്പിൾ ആണ്. ബ്യൂട്ടൻ 1 ഓളിന്റെ സ്ട്രക്ചർ താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് വരയ്ക്കാം. CH3 CH2 OH. ഇതാണ് ബ്യൂട്ടൻ 1 ഓൾ. ഓക്കെ, അതവിടെ തന്നെ നിങ്ങൾ ഇപ്പൊ സ്ക്രീനിൽ കാണുന്നില്ലേ? ഓക്കെ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഐസോമർ. പൊസിഷൻ ഐസോമർസ് എഴുതാനേ ഇതിനടുത്ത് വേറെ എവിടെയെങ്കിലും ഇട്ടാൽ മതി. അതാഗ്രഹം നോക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ സ്കെൽറ്റൺ എഴുതാം. എന്നിട്ട് OH നിങ്ങൾക്ക് എവിടെ ഇടാം? ഇവിടെ ഇട്ടു. എന്നിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. ഇവിടെ CH3, ഇവിടെ 1 2 CH2, ഇവിടെ 1 2 3 ഈ ഒരു ഹൈഡ്രജൻ CH3. ഓക്കെ, ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടൻ. രണ്ടാമത്തെ കാർബണിൽ വരുമ്പോ 2 ഓൾ. കണ്ടോ? 2 ഓൾ. OH വരുമ്പോ ഓയിൽ ചേർക്കണം. ബ്യൂട്ടൻ 2 ഓൾ. Write the structure formula of the compound which belongs to the same homolog series having 2 carbon atom. മക്കളെ, ഹോമോലോഗ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആൽക്കഹോളിന്റെ ഫാമിലീസ് ആണ് ഹോമോലോഗ് സീരീസ്. മെഥനോൾ, എഥനോൾ, പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ. ഇത് ബ്യൂട്ടനോൾ ആണ്. അപ്പോ ഒരു കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് മെത്ത്, 2 കാർബൺ ഉണ്ടെങ്കിൽ എന്താണ് എത്ത്. അപ്പൊ നമ്മൾ പറയുകയാണെ ഇതേ ഫാമിലിയിൽ വരുന്ന ഒരാൾ ഏതാണ് ഹോമോലോഗ് സീരീസ്? ഇതേ ഫാമിലിയിൽ. അപ്പൊ നമുക്ക് എഴുതാല 2 കാർബൺ ഉള്ള ആരാണ്? ഹൈഡ്രജൻ. 2 കാർബൺ ഉള്ളത് ആരാണ്? എത്ത് അല്ലെ? അപ്പൊ എത്ത് 2 കാർബൺ OH. എന്നിട്ട് അവിടെ ഹൈഡ്രജനെ ഫില്ല് ചെയ്യാം. സോ ദിസ് ഈസ് എഥനോൾ. ആൻസർ 2 മാർക്ക് കഴിഞ്ഞു. ഈസി. ഇനി എന്താണ് ഓർ ക്വസ്റ്റ്യൻ നോക്കാം. The molecular formula for alcohol is C4H10O. It has 2 position isomers. 2 position isomers ഉണ്ട്. Write the IUPAC name of these isomers. ഈ 2 position isomersന്റെ എന്താണ് IUPAC നെയിം എഴുതുക. Write the structural formula of any one of the position isomers of this compound. ആക്ച്വലി ഇത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. തിരിച്ചു ചോദിച്ചു നോക്കൂ. ഇവിടെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത്. വളരെ ഈസി ക്വസ്റ്റ്യൻ. നോക്ക്. നിങ്ങളത് ടെക്നിക്കലി എന്താണ് തിരിച്ചു, അത്രേ ഉള്ളൂ. എന്താ പറഞ്ഞത് നോക്കി. C4H10O. C4 എന്ന് പറയുമ്പോ 1 2 3 4. ഓക്കെ, ഇവിടെ CH3, ഇവിടെ എന്താണ് CH2, ഇവിടെ എന്താണ് CH2. ഇപ്പൊ എത്ര എണ്ണമായി? 3 4 3 എന്താണ് 7 അല്ലെ? ഇവിടെ CH2 8 9 എന്താണ് OH 10 ഹൈഡ്രജൻ. അപ്പൊ 10 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ. കറക്റ്റ് ആയില്ലേ? ഈ സാധനം എന്താണെന്ന് അറിയാം. ഇപ്പൊ കുറച്ചു നേരം മുന്നേ എഴുതിയുള്ളൂ. എന്താണ്
ബ്യൂട്ടൻ 1 ഇതിന്റെ പൊസിഷൻ ഐസോമേഴ്സ് നേരത്തെ നമ്മൾ എഴുതാ സി 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 ഇവിടെ OH എഴുതിയിട്ട് എന്താണത് CH3 CH2 CH CH3 ബ്യൂട്ടൻ എന്താണ് 2 ഇപ്പൊ ചോദ്യത്തിലേക്ക് വരാം. Write the IUPAC name of these isomers. Then butane 1 or butane 2. Okay. Write the structural formula. Any one of the position isomers of this compound. ഏതെങ്കിലും നിന്റെ സ്ട്രക്ചർ ഫോർമുല ഇത് വരച്ചു വെച്ചു. രണ്ടുപേർക്ക് കിട്ടി കഴിഞ്ഞ്. ഓക്കെ. ലെറ്റ്സ് ഗോ ടു ദ 3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇപ്പൊ കഴിയാറായിട്ട് മക്കളെ 12 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാത്രം നേരെ കുത്തനെ പോകും. കാരണം 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ഉള്ള തിയറിയാണ്. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ഐസോമറിസം, വാട്ട് ഈസ് ഫങ്ഷണൽ ഐസോമറിസം, അങ്ങനെ പലതും ചോദിക്കാം കേട്ടോ. സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ സാർ എല്ലാ തിയറീസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആൻസറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ 12A വാട്ട് ഈസ് മീൻ ബൈ ഐസോമറിസം. എന്താണ് ഐസോമറിസം? എന്താണ് ഐസോമറിസം? ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നോക്കുക, വായിക്കാൻ, പഠിക്കുക. എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ആറ്റംസ്. മനസ്സിലായോ? അത് അറേഞ്ച്മെന്റ് ഓഫ് കാർബൺ ചെയിൻ ആവാം, അല്ലെങ്കിൽ അതിന്റെ അതായത് ഇതിന്റെ സ്ഥാനത്തിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആവാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ അത് എടുത്തിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. അത് സാറിന് ഒന്നും പഠിപ്പിക്കാറില്ല, അത് കാണാൻ പഠിച്ചാൽ അങ്ങനെ എഴുതണം കേട്ടാ. സെയിം മോളിക്കുലർ ഫോർമുല ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ്, അതാണ് ഐസോമറിസം എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമറിസം ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം പറയേണ്ടത് എന്താണ്? സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. രണ്ടാമത് സ്റ്റീരിയോ ഐസോമറിസം. 2 ടൈപ്പ് ഉണ്ട്, സ്ട്രക്ചറലും സ്റ്റീരിയോനെ കുറിച്ച് നിങ്ങൾ ഒന്നും പറയണ്ട. അതിനകത്ത് അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് സ്റ്റീരിയോ വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയണത് സി ഹൈഡ്രജൻ ഇവിടെ നിന്ന്. ഓക്കെ, ഇത് തിരിച്ചും പറയാലോ എനിക്ക്. ഹൈഡ്രജൻ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അതെന്താവുന്നത്, ഈ രണ്ടാമത്തെ സ്റ്റീരിയോ ഐസോമറിസം ആവുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് ആ പേര് മാത്രം പഠിച്ചു നോക്കുക, സ്റ്റീരിയോ ഐസോമറിസം. ഫസ്റ്റ് ഐസോമറിസം പറഞ്ഞാൽ സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്? ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം, പിന്നെ എന്താണ് മെറ്റാമറിസം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഐസോമറിസം സാർ ഐസോമറിസം സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഐസോമറിസം 2 ആയി ക്ലാസ് ചെയ്തിരിക്കുന്നു. സ്ട്രക്ചർ ഐസോമറിസം, സ്റ്റീരിയോ ഐസോമറിസം. സ്റ്റീരിയോ ഐസോമറിസം കൂടുതൽ പഠിക്കാനില്ല, അപ്പൊ അവിടെ വിട്ടേക്കാം. സ്ട്രക്ചർ ഐസോമറിസം നമ്മൾ 4 ആയിട്ട് ക്ലാസ് ചെയ്തിരിക്കുന്നു. എന്താണ്? ചെയിൻ, പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമറിസം. ദാറ്റ്സ് ഓൾ. ഇപ്പൊ 3 മാർക്ക് കിട്ടി. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 10 എഴുതണം കേട്ടോ. അടുത്തത് the structural formula of an ether is given. ഒരു ഈതറിന്റെ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അത് ഓർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് മെറ്റാമർ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് കോമ്പൗണ്ട്സ്. നമുക്ക് നോക്കാം എന്താണ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഈതർ ഇസ് ഗിവൻ. എന്താണ് ഈതർ? ഓക്സിജന് ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും കുറെ ചെയിൻ ഉണ്ടാവും. ഇതാണ് ഈതർ ഗ്രൂപ്പ് മക്കളെ. അപ്പൊ അങ്ങനെ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ വന്നേക്കണത്. നോക്കാം. CH3 CH2O CH2 CH3. ഓക്കെ, ക്ലിയർ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഇറ്റ്സ് മെറ്റാമർ. ഇതിന്റെ മെറ്റാമർ എഴുതാൻ വളരെ ഈസിയാണ്, ഒന്നുമില്ല. ഇവിടെ നോക്കിയേ 1 2 3 4 4 ഉണ്ടല്ലേ? ഇവിടെ 2 ഇവിടെ 2. ഇനി ഓക്സിജൻ എടുത്ത് ഇപ്പുറത്തേക്ക് കിട്ടാൻ മെറ്റാമറായി. CH3O എന്താ? CH2 CH2 CH3 മെറ്റാമർ കഴിഞ്ഞു. ആൻസർ കിട്ടി. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് ദ കോമ്പൗണ്ട്സ്. രണ്ടുപേരുടെയും പേര് എഴുതാൻ IUPAC നെയിം എങ്ങനെ എഴുതണേ? ഇവിടെ 2 കാർബൺ ആണുള്ളത്, അപ്പൊ എത്ത്. ഇവിടെ 2 കാർബൺ ആണുള്ളത്, അവിടെയും എത്ത്. ഓക്കെ. എന്നിട്ട് ഇതിന്റെ ഇടയിൽ എന്ത് ചേർക്കണം? ഓക്സി ചേർക്കണം. ഇവിടെ എന്ത് ചേർക്കണം? AND ചേർക്കണം. പ്ലസ് ഓക്സി പ്ലസ് AND. ഈ 2 കാര്യങ്ങളും ഓർത്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഈതോക്സി ഈതേൻ. ക്ലിയർ? ഇവിടെ വരുമ്പോ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ, മെത്ത്. 1 കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഇവിടെ 3 കാർബൺ. പ്രൊപ്പ്. ഏറ്റവും ചെറിയ ആളുടെ ഒപ്പമാണ് എന്ത് ചേർക്കേണ്ടത്? ഓക്സി. അപ്പൊ പ്ലസ് ഓക്സി, ഇതിന്റെ ഒപ്പം AND. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാ എന്താണ്? മീതോക്സി പ്രൊപ്പൈൻ. 3 മാർക്ക് കിട്ടി. സന്തോഷമായില്ലേ? നോർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മക്കളെ. ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവണം. ഇതേപോലെ 30 സാറ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അത് വാങ്ങിച്ച കുട്ടികളൊക്കെ നിങ്ങളൊക്കെ വെട്ടിക്കും. അപ്പൊ ഇപ്പൊ തന്നെ വാങ്ങിച്ചോ. ഓഫർ ഉണ്ട്. സബ്സ്ക്രൈബർ ആണെങ്കിൽ എനിക്ക് 80 രൂപ തന്നാൽ മതി. 100 രൂപ എന്റെ വില. ഇനി എന്താണ് വേറൊരു ഓഫർ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും 5 വീഡിയോയിൽ കമന്റ് ചെയ്യുകയും 5 വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപ തന്നാൽ മതി. ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
പുള്ളി 100 എന്ന് വാങ്ങിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു സാറേ ഞങ്ങള് ഇത്രയും വീഡിയോസ് കണ്ടാണ്. ഒരാളെന്നെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങള് എന്റെ കൊച്ചത് മുഴുവൻ കണ്ടു. അപ്പൊ 10 പൈസ നമ്മ കൊടുക്കാണ്ട് നിന്റെ ട്യൂഷൻ ഫീസ് എത്ര രൂപ? 10 ദിവസം കൊടുക്കാണ്ട് അത്രയും പഠിച്ചില്ലേ, നീ 100 രൂപയിൽ 50 100 എന്തിനുണ്ട് സാറ് എടുത്തോന്ന് പറഞ്ഞിട്ട് 100 ഒരു ഡിസ്കൗണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ബുക്ക് വാങ്ങിക്കാറുണ്ട്. സത്യമായിട്ട് പറയുന്ന കാര്യം ഉണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ല, അത് നമുക്ക് വെറുതെ പൈസ തരുന്നില്ല. നമ്മള് 300 പേജിന്റെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ നോട്ടും ഫ്രീ ആയിട്ട് റിവിഷൻ നോട്ടും കൊടുക്കും. ഇനി സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ടും കൊടുക്കും. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് സാർ നോക്കുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്. കസറയ്ക്ക് ഇവിടെ നിന്ന് വിട്ടുപോകുന്ന ചാനലിൽ നിന്ന് മുഴുവൻ ദിവസവും എല്ലാ ദിവസവും ചാനലിൽ കയറാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ പോവാ. ഓക്കെ, അപ്പൊ കൂട്ടത്തില് സാറിന് ഈ ബുക്കും കൂടി വാങ്ങിച്ചാൽ സാറൊരു ഹെൽപ്പ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മുടെ ബിയിലേക്ക് വരാം. ബിയിലേക്ക് വരാം. ബി എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഗിവൻ. നോക്കാം നമുക്ക്. CH3 CH2 CO CH2 CH3. Okay, structural organic compound is given. What is the IUPAC name of this compound? ഇതിന്റെ IUPAC name ഏതാ? വളരെ ഈസി അല്ലേ മക്കളെ? ആദ്യം നമ്മുടെ 1 2 3 4 5. ചില കുട്ടികൾക്ക് CO ആണെന്ന് എന്താണെന്ന് മനസ്സിലാവില്ല. അത് കീറ്റോൺ. എന്താണ് ചേർക്കേണ്ടത്? സഫിക്സ് 1. ഇനി ഈ CO നമ്പർ എത്രയാണോ അതിന്റെ പൊസിഷൻ ആയിട്ട് വരേണ്ടത്. എത്ര കാർബൺ ഉണ്ടായി? 5 കാർബൺ. അപ്പൊ പെന്റ് എഴുതി. പ്ലസ് എന്ത് ബോണ്ടാണ് ഇവിടെ? സിംഗിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് ആയാൽ ഉപയോഗിക്കേണ്ടത് ഇവിടെ ആരാണ്? CO ആരാണ്? കീറ്റോൺ വന്ന് എന്ത് ഉപയോഗിക്കണം? 1 അത് എഴുതി. കീറ്റോന്റെ പൊസിഷൻ പറയണം. അതായത് ഇവിടെ ഞാൻ എഴുതേണ്ടത് 3. ഓക്കെ, ഇനി ഒരു പ്രൈമറി സഫിക്സും സെക്കൻഡറി സഫിക്സ് എഴുതുമ്പോൾ ഇവിടെയും സ്വരാക്ഷരം ഇവിടെയും സ്വരാക്ഷരം വന്നാൽ ഇത് ഡ്രോപ്പ് ചെയ്യണം, ഇത് കളയണം. അപ്പൊ എന്താവും? പെന്റ് പെൻഡൻ. പൊസിഷൻ 3 -3 -1 ONE പെൻഡൻ 3 1. യെസ്. റൈറ്റ് ദ സെക്ഷൽ ഫോർമുല ആൻഡ് IUPAC നെയിം ഓഫ് ഇറ്റ്സ് മെറ്റാമർ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സാർ. എന്താണ്? ഈ CO എടുത്തിട്ട് നിങ്ങൾ ഇപ്പുറത്തേക്ക് എഴുതിയാൽ മതി. അപ്പൊ CH3 CO CH2 CH3. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? സിമ്പിൾ ആണ്. 1 2 3 4 5 5 കാർബൺ ഇവിടുത്തെ ഉണ്ട്. പെൻഡൻ നേരത്തെ എഴുതിയ സെയിം ആൻസർ ആണ്, പക്ഷെ പൊസിഷൻ മാത്രം മാറി. അത് 2 ആക്കണം. പെൻഡൻ 2 1. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ അതിന്റെ ആൻസറും കഴിഞ്ഞു. 3 മാർക്ക് കയ്യിലിരുന്നു. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പീരിയോഡിക് ടേബിളിലാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ് 16. 16 ആണ്. ഒരു എലമെന്റ് അറ്റോമിക് നമ്പർ 16. ഓക്കെ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ ഗീവൺ എലമെന്റ്. 16 വരുന്ന ഇലക്ട്രോൺസ് വരുന്ന സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നമ്മൾ 1s 2s 2p 3s 3p 4s എന്താണ് 3d. അടുത്തത് എന്താണ്? 4s 4p 4d. വരയ്ക്കാം. 2 6 10. ഓക്കെ, ആദ്യം 1s എത്ര ഇലക്ട്രോൺസ്? 2 ഇലക്ട്രോൺ 2. അടുത്തത് 2s എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ 2. അടുത്തത് 2p 3s എത്ര? 2p എത്ര ഇലക്ട്രോൺ? 6 ഇലക്ട്രോൺ 6. s ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ അല്ലേ? 3s ഇപ്പൊ എത്ര? 2 4 4 4 6 10 12 ആയിട്ടുള്ളൂ. അടുത്തത് 3p 3p 6 കൊള്ളും. ഇത് എഴുതി നോക്കിയാൽ. അപ്പൊ 2 4 4 6 10 12 6 18 12 വേണ്ട എനിക്ക്. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 2 4 6 12. ഇനി 4 കൂടി മതി. 3p4 16. ദിസ് ഈസ് 16. ഇതെല്ലാം കൂടി കൂട്ടി വെക്കാം. 2 4 4 6 10 12 12 4 16. സോ ദ ആൻസർ ഈസ് 3p4 വരെ മക്കള് എഴുതാട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, അതിനകത്ത് തന്നെ ബി ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടം നമ്പർ n and l ഓഫ് ദ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ ഓഫ് ഇറ്റ്. വെരി ഈസി. ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിൽ 3p ആണ്. 3p യുടെ n and l. ദിസ് ഈസ് n. ഇതാണ് n. അപ്പൊ n is equal to 3. p വന്നാൽ l വാല്യൂ നിങ്ങൾ പഠിച്ചു വെക്കണം. l വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? p വന്നാൽ l വാല്യൂ എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്താ പഠിച്ചു വെക്കേണ്ടത്? p വന്നാൽ l വാല്യൂ p വന്നാൽ എന്താണ്? 1. l വാല്യൂ എന്താണ്? 1 ആണ്. മനസ്സിലായോ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് സാറേ? l is equal to എന്താണ്? 0 to എന്താണ്? n minus 1. 0 to n minus 1 ആണ്. അപ്പോ എല്ലിന്റെ വാല്യൂ നമ്മൾ പറയുന്നത് ഈ n എന്ന് പറഞ്ഞ സബ്ഷെല്ലില് 0 to n minus 1 ഉണ്ടെന്ന് പറഞ്ഞാൽ 0 ഉണ്ട്. പിന്നെ എന്താണ്? 3 minus 1 എന്ന് പറഞ്ഞാൽ 1 ഉണ്ട്. എന്താണ്? 2 ഉണ്ട്. മനസ്സിലായോ? 3 എണ്ണം ഉണ്ട്. 0 1 2 0 1 2. അതായത് എന്താണ്? s ഉണ്ട്,
പി ഉണ്ട്, ഡി ഉണ്ട്. അവിടെ പി എന്ന് പറയുന്നതിന്റെ എൽ വാല്യൂ എന്താണ് സൂചിപ്പിക്കുന്നത്? 1 ആണ് സൂചിപ്പിക്കുന്നത്. അത് പഠിച്ചു വെച്ചിരിക്കണം. പി എന്താണ്? എസ് ആണ് ചോദിക്കണമെങ്കിൽ 0, പി ആണെങ്കിൽ 1, ഡി ആണെങ്കിൽ 2, എഫ് ആണെങ്കിൽ 3. ഇത് സാറ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ n and l of the electrons in the outermost shell. Find the value of the quantum number n and l of the electrons in the outermost subshell of it എന്നാണ് പറയുന്നത്. അപ്പോ ക്വാണ്ടം നമ്പർ എന്താണ്? ഇത് 3 ആണ്. എന്താണ്? എൽ വാല്യൂ 3 ആണ്. 1 ആണ്. അവിടെ കൂട്ടുമ്പോൾ 3 + 1 ആൻസർ 4. ക്ലിയർ? യെസ്. ഇനി ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻ ഓഫ് ദ ഔട്ടർമോസ്റ്റ് സബ്ഷെൽ. ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിന്റെ ഓറിയന്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഓറിയന്റേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പഠിച്ചത് അല്ലെ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പഠിച്ചത് ഓറിയന്റേഷൻ കണ്ടുപിടിക്കാനാണ്. അതായത് n = 3, l = 1, m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -L2 + L. അപ്പൊ -1, 0, +1 3 ഓറിയന്റേഷൻ ആണുള്ളത്. ഇത് പി ആണല്ലോ മക്കളെ. പിക്ക് എത്ര ഓറിയന്റേഷൻ ഉള്ളത്? 3 ഓറിയന്റേഷൻ ആണുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല, ഓറിയന്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2l + 1. ഇത് അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × എൽ വാല്യൂ എത്രയാണ്? ഇതിന്റെ 1 ആണ്. 1 + 1 ദാറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇങ്ങനെയും ഈ 3യിലേക്ക് എത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, പി എക്സ്, പി വൈ, പി സെറ്റ് 3 എണ്ണം ഉണ്ട്. ആർക്ക്? പിക്ക്. ഓക്കെ, പിക്ക് 3 ഓറിയന്റേഷൻ ഉണ്ട്. ഡിക്ക് 5 ഓറിയന്റേഷൻ, എഫിന് 7 ഓറിയന്റേഷൻ, എസിന് 1 ഉള്ളൂ. ഓറിയന്റേഷൻ ഇല്ലെന്ന് തന്നെ പറയാം, കാരണം സ്ഫിയറിക്കൽ ഷേപ്പ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് 14th ക്വസ്റ്റ്യൻ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. വെൻ കാർബൺ മോണോക്സൈഡ് റിയാക്ഷൻ വന്നാണ്ടാ, റിയാക്ഷൻ പഠിച്ചു വെച്ചോട്ടാ. വെൻ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ in the presence of catalyst that is 573 K, the product A is എന്താണ് obtained. Okay, when A reacts with the carbon monoxide in the presence of a catalyst, the product B is obtained. Okay, identify the compound A and B. Write the structural formula of the homologue of B having 1 carbon atom. കണ്ടപ്പോ കൂടി എന്റെ പൊന്നെ സാറ് എന്താണെന്ന് മനസ്സിലായില്ല. സിമ്പിൾ ആണെന്ന് ഒന്നുമില്ല. നിങ്ങൾ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവണം, എന്നിട്ട് ഇവിടെ വന്നിരിക്കണം. അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറക്കാതെ അല്ലെങ്കിൽ സാറിന്റെ വീഡിയോ പോലും കാണാതെ സ്കൂളിൽ എടുക്കുന്ന ശ്രദ്ധിക്കാതെ ചുമ്മാ വന്നിരുന്നിട്ട് പഠിക്കാന്ന് വെച്ചാൽ കിട്ടൂല. റിയാക്ഷൻസ് എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. പേജ് നമ്പർ 40 1 എടുക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 41. അതിനകത്ത് മെഥനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് അത്. ഓക്കെ, ഇപ്പൊ എന്താണ്? വെൻ എ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് അറ്റ് 573 K. ആ 573 K കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഇത് എന്ത് റിയാക്ഷൻ ആണ്? മെഥനോൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ്. ആ ഹിന്റ് അവിടെയാണ് കിടക്കണം മക്കളെ. 573 കെൽവിൻ പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരൊറ്റ റിയാക്ഷനെ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറഞ്ഞേക്കണത് എന്താണ്? വെൻ എ കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ എന്ന് പറയാം. അപ്പൊ കാർബൺ മോണോക്സൈഡ് എഴുതാൻ അറിയാലോ, ഹൈഡ്രജൻ എഴുതാൻ അറിയാലോ. ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? ഒരു കാറ്റലിസ്റ്റ് 573 കെൽവിൻ കാറ്റലിസ്റ്റ്. ഇത്രയും സാധനം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞല്ലോ. അത് ഇത്ര ഇങ്ങനെ എഴുതി തന്നെ വെക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ എഴുതാം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സംഭവം എന്താ. ഇത് മെഥനോൾ ആണ്. മെഥനോൾ ഉണ്ടാക്കാൻ നമുക്കറിയാം എന്താണ് മെഥനോള്? CH3OH. ഇത്രയും നിങ്ങൾക്ക് അറിയാന്ന് അതിന്ന്. പിന്നെ ഇതൊന്ന് ബാലൻസ് ചെയ്യണം. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ, അപ്പൊ 2 കിട്ടും. ഞാൻ ഈസി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് A is obtained. This is A. ഓക്കെ, A is obtained. This is A. അപ്പൊ എയുടെ പേരെന്താണ്? മെഥനോൾ. മെഥനോൾ. അപ്പൊ എയുടെ പേര് കിട്ടി. When A react with carbon monoxide in the presence of catalyst, the product B is obtained. അപ്പൊ A എന്ത് ചെയ്തു? റിയാക്ട് വിത്ത് എന്താണ്? കാർബൺ മോണോക്സൈഡ്. അപ്പൊ A എന്ന് പറയുന്ന ആള് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? ഒരു കാറ്റലിസ്റ്റ്. ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്തപ്പോ ബി എന്ന് പറയുന്ന എന്താണ്? ഒരു കോമ്പൗണ്ട് ഉണ്ടായി. ഓക്കെ, എന്താണ് പറയുന്നത്? When A react with the carbon monoxide in the presence of a catalyst, the product B is obtained. Identify the compound A and B. A കണ്ടുപിടിച്ചു നമ്മൾ മെഥനോൾ. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാലോ. അതായത് CH3OH പ്ലസ് കാർബൺ മോണോക്സൈഡ് ഈസ് B. ഇത് എന്താണെന്ന് അറിയാം മക്കളെ? എഥനോയിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കുക. എഥനോയിക് ആസിഡ് നമ്മൾ വ്യവസായമായിട്ട് നിർമ്മിക്കുന്നത് മെഥനോൾ കാർബൺ മോണോക്സൈഡുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ്. അപ്പോ ഉണ്ടാവുന്ന ആളാരാണ്? എഥനോയിക് ആസിഡ് ആണെന്ന് അറിയണം. CH3COOH. ദിസ് ഈസ് എഥനോയിക് ആസിഡ്.
അപ്പോ ബി എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആരാണ്? മെഥനോയിക് ആസിഡ്. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയല്ലോ. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് എ ആൻഡ് ബി. എ എന്താണ്? മെഥനോൾ. ബി എന്താണ്? എഥനോയിക് ആസിഡ്. റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ ഹോമോലോഗ് ഓഫ് ബി ഹാവിംഗ് 1 കാർബൺ ആറ്റം. ഹോമോലോഗ് ഓഫ് ബി. അപ്പൊ ആസിഡുകളുടെ ഫാമിലിയിൽ ഒരു കാർബൺ ഉള്ള ആസിഡ് എഴുതാം. ഇത് സിമ്പിൾ അല്ല. ഒരു കാർബൺ ഉള്ള ആസിഡ് COOH തന്നെയാണ്. ഓക്കെ, ഇവിടെ എന്താണ് ഒരു ഹൈഡ്രജനും കൂടെ ഇടണം. കാരണം എന്നാലേ ഈ കാർബൺ ബാലൻസ്ഡ് ആവുള്ളൂ. നോക്കിയാൽ നിങ്ങൾ C ഡബിൾ ബോണ്ട് OOH. ഓക്കെ, അപ്പൊ 1 2 3 ഒരു ബോണ്ട്, 3 ബോണ്ടല്ലേ വന്നുള്ളൂ. ഇവിടെ ഒരു ബോണ്ട് കൂടി ഇട്ട് ഹൈഡ്രജൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് എന്തായി? ആ, മെഥനോയിക് ആസിഡ് ആണ്. മെഥനോയിക് ആസിഡ് ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ മെഥനോയിക് ആസിഡ് മറ്റൊരു പേര് തന്നെ എന്താണ് പറയാ നമ്മള്? ഫോമിക് ആസിഡ്. ഉറുമ്പൊക്കെ അടിക്കുമ്പോൾ ഒറ്റ കുത്തുന്നു. പേരെടുത്തില്ലേ? ഫോമിക് ആസിഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പൊ മനസ്സിലായില്ലേ മക്കളെ? റിയാക്ഷൻസ് ഒക്കെ പഠിക്കണം. ഇതിനെ ബേസ് ചെയ്ത് പലതരത്തിൽ ചോദിക്കും. എല്ലാ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇതിന്റെ ടോപ്പ് എവിടെ? ടോപ്പ് അവിടെ ഇരിക്കും. എല്ലാ തരത്തിലുമുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ സാറ് ചെയ്തിട്ടുണ്ട് സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. വാങ്ങിക്കുക. ഓക്കെ, സാറ് എന്താണ് സാറേ എപ്പോഴും പറയുന്നത് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. കാരണം പലരും ഇത് വാങ്ങുന്നില്ല. വാങ്ങി പഠിക്കുകയാണെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. 300 പേജ് ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും അല്ലെ? എന്തോരം പൈസ വെറുതെ കളയാൻ 2 ബുക്സ് വാങ്ങണ പൈസ. ഓക്കെ, അപ്പൊ മക്കളെ നമ്മുടെ 16, 17, 18 3 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനകത്ത് 16ാമത്തെ ക്വസ്റ്റ്യന് പോവാ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കഹോൾ ഫാമിലി. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൽക്കഹോൾ ഫാമിലി ആദ്യത്തെ ആളെ എഴുതാൻ. മെഥനോൾ, പ്രൊപ്പനോൾ. ആദ്യത്തെ ആളാണ് മെഥനോൾ. ഫസ്റ്റത്തെ ആൻസർ ഈസിയാണ് മക്കളെ, മെഥനോൾ. ഓക്കെ, ബി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആൻഡ് പവർ ആൽക്കഹോൾ? തിയറി വന്നു. റെക്ടിഫൈഡ് സ്പിരിറ്റ്, പവർ ആൽക്കഹോൾ. ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ വിളിക്കുക? വാഷ് എന്ന് വിളിക്കുക. ഫെർമെന്റേഷൻ ഫലമായിട്ട് നമ്മൾ ഷുഗർ കെയിനെ നമ്മൾ എന്താണ് എഥനോൾ ആക്കി മാറ്റുമ്പോൾ കിട്ടുന്ന ആളുടെ പേരെന്താണ്? വാഷാണ് അല്ലെ? അതിൽ 8 to 10% വരെ എഥനോൾ ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ വാഷ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ എന്താണ് ഡിസ്റ്റിലേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു 95.6%, 95.6% എഥനോൾ ഉണ്ടായാൽ അതിന്റെ പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, അത് 100% ആണെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഓക്കെ, ഈ 100%ഉള്ള ആബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും ചേർത്താൽ അതിന്റെ പേരാണ് പവർ ആൽക്കഹോൾ. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. അപ്പൊ എന്തോരം എടുക്കണം? 100%ഉള്ള ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഒരു 20% എടുക്കണം. പെട്രോൾ ഒരു 80% എടുക്കണം. ഇതാണ് പവർ ആൽക്കഹോൾ. ഇവിടെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആൻഡ് പവർ ആൽക്കഹോൾ? റെക്ടിഫൈഡ് സ്പിരിറ്റും പവർ ആൽക്കഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റിൽ 95.6% ആൽക്കഹോൾ ഉള്ളൂ. പക്ഷെ പവർ ആൽക്കഹോളിൽ 100%ആയിട്ടുള്ള ആബ്സല്യൂട്ട് ആൽക്കഹോളിന്റെ 20% മിക്സ്ചറും 80% പെട്രോളും ചേർന്നതാണ് എന്ത്? പവർ ആൽക്കഹോൾ നേടണം. ഇത് രണ്ടും എന്താണെന്ന് എഴുതി വെച്ചാൽ ഡിഫറൻസ് ആയിട്ട് വരിക. ക്ലിയർ? യെസ്. അതിനകത്തൊരു ഓവർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഓവർ ക്വസ്റ്റ്യൻ? ഞാൻ ഇതിന്റെ ടോപ്പ് എടുത്തിട്ട് പറഞ്ഞിട്ട് ഒരു മിനിറ്റ്. ഇത് ടോപ്പ് തീർച്ചയായും സെറ്റ് ആയി അതൊരു ഇതുള്ളൂ. നമുക്ക് അത് പോയി കഴിഞ്ഞ് പിന്നെ വാങ്ങണ്ടേ? നിങ്ങളാണെങ്കിൽ ബുക്കൊക്കെ വാങ്ങണില്ല, കുറച്ച് പൈസ ഇട്ടാണ്. യെസ്, എന്തോരം പൈസ ഭക്ഷിക്കാവണെന്ന് അറിയോ? 35 രൂപ പാക്കറ്റ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര ചെയ്യുമ്പോൾ തന്നെ ഭക്ഷിച്ചു ചെയ്തു. ഇപ്പൊ ബി ക്വസ്റ്റ്യൻ. എഥനോൾ ഇസ് ആൻ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടന്റ് ആൾക്കഹോളാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ബൈ വിച്ച് പ്രോസസ് എഥനോൾ ഇസ് പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ പ്രോസസ്സിന്റെ പേര്? എല്ലാം പഠിച്ചില്ലേ? പ്രോസസ്സിന്റെ പേര് പഠിച്ചില്ല. പോയില്ലേ? ഫെർമെന്റേഷൻ. എന്താണ്? ഫെർമെന്റേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ നോക്കാൻ സാധനം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഈസ്റ്റ് ഇൻ ദി പ്രോസസ്? ഈസ്റ്റിന്റെ റോൾ എന്താണ്? ഈസ്റ്റ് നായകനാണോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ആദ്യം എഥനോളിനെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എഥനോൾ നമുക്കറിയാം C12H22O11, അതായത് ഷുഗർ അല്ലെ? ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? വാട്ടർ അല്ലെ? എന്താ? ഷുഗർ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്തേക്ക് ഈസ്റ്റ് ഇടും. അപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ടത് ഈസ്റ്റിനകത്തൊരു എൻസൈം ഉണ്ട്, ഇൻവെർട്ടേസ് ഓർ എൻസൈം. ഈ എൻസൈം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇതിനെങ്ങനെ രണ്ടാക്കും. C6H12O6 പ്ലസ് C6H12O6, അതായത് ഗ്ലൂക്കോസും പിന്നെ എന്താക്കി മാറ്റും? ഫ്രാക്ടോസും. അപ്പൊ എന്താണ് ഈസ്റ്റിന്റെ റോള്? ഒന്നാമത്തെ റോള്
ആ ബന്ധം അങ്ങോട്ട് വരും, മനസ്സിലായോ? അന്ന് ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റാന്നുള്ള. അപ്പൊ എന്റെ പണി കഴിഞ്ഞു, ഞാൻ നൈസായിട്ട് കത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ അടുത്ത ആൾ വരും സൈമേസ്, ഇതിനെ വേറൊരു ആളാക്കി മാറ്റി. അപ്പോ ഈ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രാക്ടോസ് ഏതെങ്കിലും ഒരു ഫോർമുല എഴുതിയാൽ മതി, രണ്ട് സെയിം ആണ്. C6H12O6നെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഈസ്റ്റിനകത്തുള്ള അടുത്ത എൻസൈം സൈമേസ് എന്താക്കി മാറ്റും? എന്താക്കി മാറ്റി? എഥനോളാക്കി മാറ്റും. എഥനോൾ എന്താ? CH3CH2OH. എഥനോൾ ഏതാ പറഞ്ഞൂടെ? പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് അവിടെ സംഭവിക്കുക. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എഥനോൾ ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നു? എഥനോൾ. നമ്മൾ ഷോർട്ട് ആക്കി എഴുതുകയാണെങ്കിൽ C2H5OH എന്ന് എഴുതണം കേട്ടോ. പിന്നെ ബാലൻസിംഗ് ഒക്കെ ചെയ്യണം, ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാം. അപ്പൊ സൈമേസിന്റെ റോൾ എന്താണ്? ഈ പറയുന്ന ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? എഥനോൾ ആക്കി മാറ്റും. അപ്പൊ നിങ്ങളോട് റോൾ എന്ന് ചോദിച്ചോളൂ. ഫസ്റ്റ് റോള് എന്താണ്? ഷുഗറിനെ അല്ലെങ്കിൽ ഷുഗർ കെയിനിനെ, പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രാക്ടോസും ആക്കി മാറ്റും. ദ എൻസൈം പ്രസന്റ് ഇൻ ദ ഈസ്റ്റ് invertase convert the sugar into glucose and fructose. Second answer, the second role is the another enzyme known as thymase present in the yeast convert these glucose and fructose into ethanol. കിട്ടിയല്ലോ? ചുരുക്കി പറയാം, ഈസ്റ്റ് ആണ് എഥനോൾ ആക്കി മാറ്റുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് മക്കളെ ഓപ്ഷനും നമ്മൾ ചെയ്തു കഴിഞ്ഞു. രണ്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ കെമിക്കൽ ഇക്വേഷൻ ഗീവൻ ബിലോ റെപ്രസെന്റ് ദ കമ്പഷൻ ഓഫ് ബ്യൂട്ടേൻ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഹൗ ഡസ് തെർമൽ ക്രാക്കിംഗ് ഡിഫർ ഫ്രം കമ്പഷൻ? തെർമൽ ക്രാക്കിംഗ് ഒഴിവാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതിന്റെ ബാലൻസിങ് ഞാൻ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത്. പല മെത്തേഡിൽ ലാസ്റ്റ് ഒരു ഫോർമുല പഠിച്ചത്. ബാലൻസിങ് എങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ചെയ്യില്ല, കാരണം കുറെ സമയം എടുക്കും. അപ്പൊ അത് നിങ്ങളൊന്ന് ആ വീഡിയോ കാണാം. കമ്പഷൻ എന്ന് പറഞ്ഞൊരു സാധനം വീഡിയോ കൊടുത്തിട്ടുണ്ട്, കത്തിക്കുന്നത്. അത് അവിടെ പോയിട്ട് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണ് ഈ ബാലൻസ് ചെയ്യുന്നത് ബാലൻസ് ചെയ്ത് പഠിക്കുക. ആദ്യത്തെ 4 ഞാൻ കൃത്യമായിട്ട് പറയാം, 6 തന്നെ ചെയ്തു. എന്നിട്ട് ഞാൻ ട്രിക്കും പറയാം. എന്ത്? ഇത് ബാലൻസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ആ ട്രിക്ക് അപ്പൊ അതിനുശേഷം പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ ആൻസർ കിട്ടും. പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടോ, ഞാനിപ്പോ പറയും ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അത് കിട്ടാത്തവർ ബാലൻസിങ് ചെയ്യുക. അത് നിങ്ങൾ വീഡിയോ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? കെമിക്കൽ ഇക്വേഷൻസ് ഗിവൻ ബിലോ എന്ന് പറയുന്നത് C4H10. എനിക്ക് അത് മതി. അവിടെ അവർ കൊടുത്തിരിക്കുന്ന ബാലൻസിങ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ആരാണ് ഇവിടെ കത്തണേന്ന് അറിഞ്ഞാൽ മതി. ആരാണ് ഇവിടെ കത്തണത്? C4H10 കത്തുന്നു എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം. എന്ത് കത്തിയാലും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും, വെള്ളവും ഉണ്ടാവും. ഇതാണ് കളി. ഓക്കെ. ഇനി ഇതിന്റെ ജനറൽ ഫോർമുല നമ്മൾ പറയുകയാണെങ്കിൽ CXHY പ്ലസ്, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് മക്കളെ, ഇവിടെ എഴുതേണ്ടത് X plus Y/4O2 ഗീവ്സ്, ഇവിടെ എന്താണ്? XCO2 പ്ലസ് Y/2H2O. സോറി, ഞെട്ടണ്ടായിരുന്നു, ഞാൻ അവിടെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. X പ്ലസ് Y/4ഉം Y/2 രണ്ടും ഓർത്തിരിക്കണം. ഇവിടെ X. ഓക്കെ. ഇനി നോക്കാം. ഈ എക്സിന്റെ പ്ലേസിൽ ഇവിടെ 4ഉം വൈയുടെ പ്ലേസിൽ 10ഉം ആണ്. ഇവിടെ എന്ത് വരണം? X പ്ലസ് Y/4 എന്ന് പറഞ്ഞാൽ X ഇവിടെ എത്രയാണ്? 4 പ്ലസ് Y/4 എന്ന് പറഞ്ഞാൽ 10/4. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്നും എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും? 4 16 പ്ലസ് 10/4 എന്ന് പറയുമ്പോ എത്രയായി? 26/4 അല്ലെ? എന്ന് പറയുമ്പോ എന്തായി? നമ്മളിതിനെ വെട്ടി ചെറുതാക്കുമ്പോ 13/2. അപ്പൊ ഞാൻ ഇവിടെ ചേർക്കേണ്ട ആള് 13/2. അത്രയും കിട്ടിയാലോ? അത്രയും കിട്ടും. ഇനി ഇവിടെ എഴുതേണ്ടത് എന്താണ്? ഈ ഇതിന്റെ മുന്നിൽ എഴുതേണ്ടത് X എന്ന് പറഞ്ഞാൽ ഈ 4. അപ്പൊ 4ഉം എഴുതി. ഓക്കെ. ഇനി ഇവിടെ വാട്ടറിന്റെ മുന്നിൽ എഴുതേണ്ടത് Y/2, ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ്? 5. ഓക്കെ. അപ്പൊ ഞാൻ അത് ആദ്യം എഴുതി. ഒന്നുകൂടി സാറ് പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും ഇതും കൂടി ഇത് സെപ്പറേറ്റ് ആണ്. ദെൻ എന്താണ്? 4 പ്ലസ് വൈയുടെ വില 10 ആണ്. ഇവിടെ 10/4 ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ 13/2 ആണ്. അത് ആദ്യം ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഓക്കെ, ക്ലിയർ? പിന്നെ ഇവിടെയുള്ള ആള് തന്നെ ഇവിടെ എഴുതണം. പിന്നെ ഈ 10ന്റെ പകുതി ഇവിടെ എഴുതണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്ത് മാത്രമാണ്?
ഇവിടെ എത്ര കാർബൺ ഉണ്ട്, ആ കാർബൺ ഇവിടെ എഴുതാലോ, ഇവിടെ എഴുതാം അല്ലെ. ഇതിന്റെ പകുതി ഇവിടെ എഴുതാം, 5 എഴുതാം. ഓക്കെ, ദെൻ ഇവിടെ എഴുതേണ്ട സാധനം മാത്രമാണ് ഇച്ചിരി പണി. അപ്പൊ ഇവിടെ 13/2 വന്നല്ലോ സാർ, വന്നു. അങ്ങനെ എഴുതാൻ പാടില്ല. അപ്പൊ ഈ 2 കളയാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ 2 വെട്ടി കണ്ടോ. അപ്പൊ ഇതിനെ മാത്രം ഗുണിച്ചു, അപ്പൊ എല്ലാവരും ഗുണിക്കണം. അപ്പൊ ഇത് 2 കൊണ്ട് ഗുണിച്ചു, ഇത് 2 കൊണ്ട് ഗുണിച്ചു, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു. കണ്ടോ, ഈ 2 താഴെ വന്നപ്പോ അത് വെട്ടിക്കളയാനാണ് 2 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ അത് വെട്ടിപ്പോയി, അതോടെ 13 അപ്പൊ അത് മാത്രം ചെയ്താൽ പോരാന്ന്, എല്ലാവരെയും ഗുണിക്കാൻ 2 കൊണ്ട്. അപ്പൊ എന്തായി, 2C4H10 പ്ലസ് 13 13O2 ഗീവ്സ് 4 8CO2 പ്ലസ് 5 10H2. ക്ലിയർ? ഇനി നിങ്ങളുടെ ക്വസ്റ്റിനിലേക്ക് പോവാ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അവരെന്താണ് ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല, ഇത് മിസ്സിംഗ് ആണ്, ഇത് നിങ്ങൾ എഴുതണം. ഇതാണ് ഒരു ആൻസർ. അടുത്തത് എന്താണ്, ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടില്ല, അത് മിസ്സിംഗ് ആണ്, അത് നമ്മൾ എഴുതണം. പ്ലസ് ഹീറ്റ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കമ്പഷൻ പറഞ്ഞ വീഡിയോ കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും കേട്ടോ. അടുത്തത്, ഹൗ ഡസ് തെർമൽ ക്രാക്കിംഗ് ഡിഫറെന്റ് ഫ്രം കമ്പഷൻ. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. കമ്പഷനിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബണുകൾ നമ്മൾ കത്തിക്കുമ്പോൾ തെർമൽ ക്രാക്കിംഗ് ഓക്സിജൻ ഇല്ല. അതാണ് ഡിഫറൻസ്. ഓക്സിജൻ ഉണ്ടെങ്കിൽ എപ്പോഴും കാർബൺ ഡയോക്സൈഡും വെള്ളവും കിട്ടും. അതേസമയം ഇപ്പൊ ഇതിന്റെ തന്നെ തെർമൽ ക്രാക്കിംഗ് ആണ് നടത്തണമെങ്കിൽ ഓക്സിജൻ ഇല്ല, പക്ഷെ ചൂടാക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് വിഘടിച്ചിട്ട് ആൽക്കീനും ആൽക്കെയിനും ആവും. മനസ്സിലായോ? ഒരാൾ ഈഥീനും ഒരാൾ ഈഥേനും ആവും. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരാൾ പ്രൊപ്പീനും ഒരാൾ മീഥേനും ആവും. ആൽക്കീനും ആൽക്കെയിനും ആണ് ആരായിട്ട് മാറുന്നത്, തെർമൽ ക്രാക്കിംഗിലാവുന്നത്. അപ്പൊ വലിയ ഹൈഡ്രോ കാർബണുകളെ ചെറിയ ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് തെർമൽ ക്രാക്കിംഗ്. ഡിഫറൻസ് എന്താണ്? തെർമൽ ക്രാക്കിംഗ് happens only in the absence of എന്താണ്, but combustion need oxygen, എയർ വേണം. അതാണ് അവർ തമ്മിൽ ഡിഫറൻസ്. അപ്പോ 3 മാർക്ക് കയ്യിലിരുന്നു. ലാസ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. താറക്കാണെ നമുക്ക് 4 മാർക്ക് വാങ്ങണ്ടേ? നോക്കിയ ക്വസ്റ്റ്യൻ എന്താണ് നോക്കി വായിച്ചു നോക്ക്. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഓർ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. 2 ചെയ്തോട്ടില്ലേട്ടാ, ആദ്യം ചെയ്യണേനാ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ആദ്യത്തിന് കുറച്ച് മറ്റേതിന് കുറച്ച്, അങ്ങനെ കിട്ടൂല കേട്ടോ. അപ്പോ 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. The molecular formula and organic compound is C5H12O. C5H12O ഇതാണ് മോളിക്കുലർ ഫോർമുല ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ആണ്. The compound has a bivalent oxygen. അപ്പൊ ബൈവാലന്റ് ഓക്സിജൻ ഇവിടെ ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ എന്തുണ്ട്, ഒരു ബൈവാലന്റ് ഓക്സിജൻ ഉണ്ട്. Write the structural formula of 2 compounds fulfilling these conditions. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 എണ്ണം എഴുതാൻ വളരെ ഈസിയാണ്. 5 കാർബൺ ഉണ്ട്. ഓക്കെ, 5 കാർബൺ 1 2 3 4 5 1 2 3 4 1 2 3 4 5 ഇത്ര മതി. ഇതിന്റെ ഇടയിൽ ആരുണ്ട്, ഓക്സിജൻ ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഒരാളെ ഇവിടെ ഓക്സിജൻ ആക്കാം. ഓക്കെ, ബി. അടുത്തത് 1 ഇവിടെ ഓക്സിജൻ ആക്കാം. കഴിഞ്ഞില്ലേ? ഇത്രയുള്ളൂന്ന് അല്ലേ. 1 2 3 4 5 കാർബൺ, 5 കാർബണായി. ഓക്സിജൻ ഉണ്ട്, അപ്പൊ ഓക്സിജൻ ഇട്ടു. 1 എന്താണ് 2 3 4 ഓക്കെ 5 കാർബൺ ഇവിടെ ഓക്സിജൻ ഉണ്ട് അല്ല. ഇനി ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 CH2 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 CH3 ഇവിടെ വരുമ്പോ CH3 CH2 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 CH3. ഓക്കെ, ഈ എല്ലാ 4 3 കൂടി കൺഫ്യൂസ് ആയി പോയത് കേട്ടോ. അപ്പോ ഇതിന്റെ പേരെന്താ, ഇവിടെ 2 കാർബൺ, ഇവിടെ 3 കാർബൺ. ഓക്സിജന്റെ അപ്പുറം നോക്കുമ്പോൾ 2 കാർബൺ വന്ന എത്ത്, 3 കാർബൺ വന്ന എന്താണ്, പ്രൊപ്പ്. ഇതിന്റെ പേര് ഇവിടെ ഓക്സി ചേർക്കാം, ഇവിടെ എനി ചേർക്കാം. ഇതിന്റെ പേരെന്താണ്, ഈതോക്സി പ്രൊപ്പെയിൻ. ഓക്കെ, ഇവിടെയോ, ഇവിടെ 1 കാർബണുള്ളൂ മെത്ത്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ, ബ്യൂട്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ, ഇതിനൊപ്പം ഓക്സി ചേർക്കാം, ഇതിന്റെ ഒപ്പം എന്താണ് എനി ചേർക്കാം. ദ നെയിം ഈസ് methoxy butane. അത് കഴിഞ്ഞ വളരെ എളുപ്പം. സോ ഇതാണ് വാട്ട് ഈസ് സ്ട്രക്ചർ ഫോർമുല. സ്ട്രക്ചർ ഫോർമുല വരച്ചു. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഏത് ഫങ്ഷൻ ഗ്രൂപ്പ് ആണ്, ഓ ആണുള്ളത്. ഓ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈതറുകൾ. ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണ്, ഈതർ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ്. ഏത് ഐസോമറിസം, മെറ്റാമറിസം. അതായത് ഈ പറയുന്ന ബൈവാലന്റിൽ ആരാ വരുന്ന, മെറ്റാമറിസം. ഓക്സിജൻ ഇവിടെ അപ്പുറം 2 3 ആണെങ്കിൽ ഇവിടെ 1 4 ആണ്.
ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോ മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാറേ ഞാൻ ഇതിനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇട്ടാലോ? ഇപ്പുറത്തേക്ക് ഇട്ടാൽ എന്തായി പോകും? അത് വീണ്ടും ഇപ്പുറത്ത് വരുമ്പോ രണ്ട് വീണ്ടും സെയിം ആൻസർ ആവും. മനസ്സിലായോ? ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അല്ലേ, ശരിയല്ലേ? ഇവിടെ 2 ഇവിടെ 3 അല്ലെ? അപ്പൊ അങ്ങനെ ചെയ്യരുത്, ശ്രദ്ധിക്കണം കേട്ടാ. അപ്പുറം ഇപ്പുറം വേറെ വേറെ ഉണ്ട്. ഇവിടെ 2 3 3 പിന്നെ ഇവിടെ 2 ഇവിടെ 3 4 സെയിം തന്നെയാണ്. അപ്പൊ വേറെ സംഖ്യ വേണം. അതുകൊണ്ടാണ് സാറ് ഒന്നാമത്തെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു മക്കളെ. ഇനി ഓർമ്മ ഉണ്ട് കേട്ടോ. സാറ് എല്ലാം ശരിയാ, അങ്ങനെയല്ല പഠിക്കണം. 2 compounds with the molecular formula C3H8O are functional isomers. അപ്പൊ 2 അപ്പൊ തന്നെ പഠിക്കാം. 2 കോമ്പൗണ്ട് ഉണ്ട്, 2 ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഓക്കെ, C3H8O, C3H8O, C3 3 കാർബൺ, 1 2 3 3 കാർബൺ, 1 2 3. O ഉണ്ട്. ഓക്കെ, O വരുന്നത് ഒരാളാവുമ്പോൾ എന്താണ് OH, പിന്നെ O വരുന്നുണ്ട്, പിന്നെ COOH വരുന്നുണ്ട്, CO വരുന്നുണ്ട്, അതൊക്കെ O ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? Write their structure formula. Write the IUPAC name of both the compounds. Write the structural formula of this position isomer of any one of this compound. അപ്പൊ നമുക്ക് OH ഒന്ന് ചേർത്ത് നോക്കാം. ഇത് സെറ്റ് ആവാന്ന് അറിയാമോ? OH നോക്കാം. CH3 CH2 CH2. ഓക്കെ, 3 2 5 6 7 8 കാര്യം കറക്റ്റ്. 1 2 3 കാരണം കറക്റ്റ്. ഒരു ഓക്സിജൻ. അപ്പൊ OH ആണ് ഒരാള്. നമുക്ക് O ചേർക്കാം. O ഇവിടെ ചേർക്കും. O ഇവിടെ ചേർക്കാം. C. ഓക്കെ, ഈ ഹൈഡ്രജൻ ഫില്ല് ചെയ്യാം. CH3 CH2 CH3. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 2 5 6 7 8 ഹൈഡ്രജൻ കറക്റ്റ് ആണ്. ഒരു ഓക്സിജൻ. ഇവിടെ ഇത് എന്ത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ഇത് ഹൈഡ്രോക്സിൽ. ഇതെന്താണ്? ഈതറുകളാണ്. അപ്പോ മക്കളെ ഇവിടെ 2 പേര് 2 ഫങ്ഷണൽ ഗ്രൂപ്പുകളിലെ എന്ത് ഐസോമറിസമാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതായിരുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദെയർ സ്ട്രക്ചർ ഫോർമുല. അതേ കഴിഞ്ഞു. ഇതാണ് അതിന്റെ സ്ട്രക്ചർ ഫോർമുല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ദ IUPAC നെയിം ഓഫ് ബോത്ത് കോമ്പൗണ്ട്സ്. ഇത് രണ്ടിന്റെ IUPAC നെയിം. ഇതിന്റെ പേരെന്താ? 1 2 3 3 വന്നുകൊണ്ട് പ്രൊപ്പർ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്ലസ് ഓഫ് OH വന്നുകൊണ്ട് സഫിക്സ് OL. O സ്വരാക്ഷരമായതുകൊണ്ട് ഈ ഡ്രോപ്പ് ചെയ്യണം. OH ന്റെ പൊസിഷൻ പറയണം 1. അപ്പൊ എന്തായി? പ്രൊപ്പൻ 1 ഓൾ. അത് കഴിഞ്ഞു. ഇതിന്റെ പേര് ഇപ്പൊ കുറെ നേരം നമ്മൾ പഠിക്കണം. ഇത് ഒരു കാർബൺ ഇവിടെ 2 കാർബൺ അല്ലെ? ഒരു കാർബൺ വന്നാൽ മെത്ത്, 2 കാർബൺ വന്നാൽ എത്ത്. ചെറുതിന്റെ കൂടെ ഓക്സി ചേർക്കാം, വലുതിന്റെ കൂടെ ANE ചേർക്കാം. ദ നെയിം ഈസ് മീത്തോക്സി ഈഥീൻ. റൈറ്റ് ദ സ്ട്രക്ചർ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് എനി വൺ ഓഫ് ദീസ് കോമ്പൗണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ പൊസിഷൻ ഐസോമർ എഴുതാൻ പറയുമ്പോൾ ഇതിന്റെ O എഴുതി ഇപ്പുറത്ത് ഇടരുത്. അത് വീണ്ടും തന്നെ മാറും. പൊസിഷൻ ഐസോമർ നമ്മൾ ഇതിന്റെ മാത്രം എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ 1 ഇരിക്കുന്ന ഈ OH കൊണ്ടുവന്ന് ഈ 2 ഇട്ടാൽ അത് എന്താണ്? പ്രൊപ്പൻ 2 ഓൾ ആയി. അത് തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? CH3 CHOH CH3. ഓക്കെ, ദാറ്റ് ഈസ് ദി പ്രൊപ്പൻ 2 ഓൾ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മക്കളെ. അപ്പൊ 40 മാർക്ക് കയ്യിലിരുന്നില്ലേ? ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. നാളെ നമ്മൾ അടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറിന്റെ 30 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം കൂടി സാറ് ചെയ്യാം. എത്രാമത്തെ വേണമെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം, എന്നാലും ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടം സാറ് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാർ ഒരു 18ാം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു 20ാമത്തെ 30 ഉണ്ട്. അല്ല, 1013 തരില്ല. ബാക്കിയുള്ള 27 എണ്ണം 27 എണ്ണത്തിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ നിങ്ങൾ പറയുന്നത്? ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന കമന്റ് ഏതാണോ അത് ഞാൻ പിറ്റേ ദിവസവും വീഡിയോ വരും. നിങ്ങളാരും കമന്റ് ഇട്ട് ഞാനില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറയാം സാറേ 27ാമത്തെ ചെയ്യോ, 28ാമത്തെ ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാല്ലേ എത്ര പേരാണ്. ചില കുട്ടികൾ 15ാമത്തെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 3 പേര് പറഞ്ഞാൽ 15ാമത്തെ ആയിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല 15ാമത്തെ ഏതാണെന്ന് വെറുതെ ഗസ് ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ 15 എന്ന് പറഞ്ഞ നമ്പർ 3 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പേര് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ആയിരിക്കും നമ്മൾ ചെയ്യാം. 18 ആണെങ്കിൽ 3 പേരാണെങ്കിൽ 18 ആയിരിക്കും. വീണ്ടും നമ്മളത് ചെയ്തിട്ട് അതിന്റെ താഴെ നിങ്ങൾ കമന്റ് ഇട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യും. അങ്ങനെ നമുക്ക് എത്ര ദിവസം ഉണ്ട്? 10-15 ദിവസം ഉണ്ട്. ഒരു ദിവസം ഒരെണ്ണം വെച്ച് ചെയ്താൽ പോലും 30 കഴിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വാങ്ങണം, ഈ ബുക്ക് വാങ്ങണം. എന്നാലും നിങ്ങൾ കമന്റ് ചെയ്തോ, മാക്സിമം നമുക്ക് സമയമുള്ള പോലെ ഒഴിവുള്ള പോലെ ചെയ്യാം. കമന്റ് ചെയ്തില്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വേണ്ട. ഇപ്പൊ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ തന്നെ എന്താ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. 100 പേരോ 150 പേരെ കാണുന്നുള്ളൂ. സാറ് എന്തായാലും തുടങ്ങിപ്പോയി, അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ ഇനി നമുക്ക്
വ്യൂസ് ഒക്കെ കുറവാണെങ്കിൽ മിക്കവാറും സാറേ ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്ന ഒരു പ്ലാനിൽ തന്നെയാണ് ആക്ച്വലി ഉള്ളത്. ഞാൻ യൂസ് കിട്ടാൻ വേണ്ടി പറയണില്ല, കാരണം നമുക്ക് ഒത്തിരി സമയവും പോസ്റ്റ് ഒക്കെ വരുന്നത് ഇതിന്റെ പിന്നാലെ നിൽക്കുമ്പോൾ അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. എല്ലാവരും കണ്ടുപോകും, അല്ലെങ്കിൽ ചിലർ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അല്ലാതെ നമുക്കൊരു ലൈക്കോ ഒരു കമന്റോ, നമ്മൾ ഇത്രയും ഉപകാരപ്പെട്ടില്ലേ, നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഒരു ടീച്ചറൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ മണിക്കൂറിന് 250 രൂപ 1-to-1 ഒക്കെ നിങ്ങൾ കാണാറില്ലേ ട്യൂഷൻ, അത്രയൊന്നും പൈസ നമുക്ക് ആവുന്നില്ല. ആകെ 100 രൂപയാണ് ഈ ബുക്കിന്. അതുപോലും വാങ്ങാത്ത ആൾക്കാർ, വാങ്ങാൻ നിർബന്ധിക്കണല്ല സാറേ, പറയാണ്. അപ്പൊ അതൊന്നും വേണ്ട, നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കൂട്ടുകാരന് ചേട്ടാ ഇങ്ങനെ ഒരു സാറുണ്ട് ഇതൊന്ന് കാണാൻ യൂസ് എത്തിക്കും. അപ്പൊ നമുക്ക് ഇനിയും സാർ അടുത്ത എന്താണ് ക്രിസ്മസ് എക്സാമിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ സെറ്റപ്പ് ആക്കിത്താ, ഒന്ന് സപ്പോർട്ട് ചെയ്താ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.